അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹബിഹി വഅജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. പ്രിയപ്പെട്ട സഹോദരി സഹോദരന്മാരെ, ഇവിടെ രണ്ട് പ്രഭാഷണങ്ങളാണ് നടക്കാൻ പോകുന്നത്. പ്രകട ഗംഭീരമായ വിഷയങ്ങളാണ് അവതരിപ്പിക്കുന്നത്. ഞാൻ എൻ്റെ ബഹുമാനപ്പെട്ട സാജിദ് തിരൂരിനെ വിഷയാവതരണത്തിനായി സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അതോടൊപ്പം തന്നെ ഇവിടെ എത്തിച്ചേർന്ന സംസ്ഥാന ISMന്റെ ജില്ലാ ഭാരവാഹി ബഹുമാനപ്പെട്ട കൂത്തുപറമ്പ് മണ്ഡലം നമ്മുടെ റഹീം സാഹിബ് പ്രസിഡന്റ്, അവർക്കൊക്കെ നമ്മുടെ യൂണിറ്റിന്റെ പേരിൽ സ്വാഗതം പറയുകയാണ്. വിഷയാവതരണത്തിന് വേണ്ടി ബഹുമാനപ്പെട്ട സാജിദ് തിരൂരങ്ങാടിയെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. മഗ്‌രിബിന് ശേഷവും ഇദ്ദേഹം തന്നെ കുറച്ചു കാര്യം സംസാരിക്കും. അതിനുശേഷം നസീർ റഹ്മാനിയും സംസാരിക്കും ഇൻഷാ അല്ലാഹ്. അൽഹംദുലില്ലാഹ് നഹ്മദുഹു വനസ്തഈനുഹു വനുഅ്മിനു ബിഹി വനതവക്കലു അലൈഹി വനഊദു ബില്ലാഹി മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ മൻ യഹ്ദിഹില്ലാഹു ഫലാ മുളില്ല ലഹു വഹ്ദഹു ലാ ശരീക ലഹു وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. أما بعد فإن خير الكلام كلام الله وخير الحدي حدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. ولقد أوحي إليك وإلى الذين من قبلك لئن أشركت ليحبطن عملك ولتكونن من الخاسرين. قال النبي صلى الله عليه وسلم: من مات وهو يشرك بالله شيئا دخل النار. من مات وهو لا يشرك بالله شيئا دخل الجنة. ما لي ملاذ ولا ظهر ألوذ به ولا عماد ولا حرز سوى الله. മാലൂർ ഇസ്ലാഹി സെന്ററിന് സമീപം സംസ്കരണത്തിന്റെ ദിവ്യ വെളിച്ചം എന്ന ഖുർആൻ ക്യാമ്പയിനിന്റെ ഭാഗമായി സംഘടിപ്പിച്ച ഈ പ്രഭാഷണം ഇതിന്റെ പരിസരത്തുള്ള വീടുകളിൽ നിന്നുകൊണ്ട് സാഹൂതം കേട്ടുകൊണ്ടിരിക്കുന്ന നല്ലവരായ അയൽവാസികളെ, നാട്ടുകാരെ, അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമ്മെ ഈ ഭൂമിയിലേക്ക് സൃഷ്ടിച്ച് അയച്ചിട്ടുള്ളത് ഈ നൈമിഷികമായ ദുനിയാവിന്റെ താൽക്കാലികമായ സുഖങ്ങളിൽ ഉല്ലസിച്ചും ആനന്ദിച്ചും ആഹ്ലാദിച്ചും സമയം തീർക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് നമ്മുടെ മരണത്തിന് ശേഷമുള്ള ഒരു ശാശ്വതമായ ജീവിതം നമ്മെ സൃഷ്ടിച്ച, നമുക്ക് വായു നൽകിയ, നമുക്ക് വെള്ളം നൽകിയ, നമുക്ക് വെളിച്ചം നൽകിയ, നമുക്ക് ആവശ്യമായ എല്ലാം നൽകിക്കൊണ്ട് നമ്മെ
പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന അല്ലാഹു തആല പരലോകം എന്ന ഒരു സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. ആ പരലോക ജീവിതം എന്ന് പറയുന്നത് ഇഹലോക ജീവിതം പോലെയല്ല, മറിച്ച് അത് ശാശ്വതമായ മരണമില്ലാത്ത ജീവിതമാണ്. അതുകൊണ്ട് തന്നെ ആ ലോകത്തേക്ക് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ ഈ ജീവിതത്തെ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മൃഗങ്ങളിൽ നിന്നും മറ്റു ജീവജാലങ്ങളിൽ നിന്നും വ്യത്യസ്തമായ ബുദ്ധിയും ചിന്താശേഷിയും നൽകിയ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ബാധ്യത എന്നുള്ളത് ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുക. വിരിവിരിയോടുണ്ട് ബാക്ക് വോയിസ് മോണിറ്ററിന് കംപ്ലൈന്റ് ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വിബ്ലിംഗ് ആയിക്കൊണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം എന്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ കൊച്ചു ജീവിതത്തെ സഗൗരവത്തോടു കൂടി മുന്നോട്ട് കൊണ്ടുപോകുവാൻ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ നാം ഓരോരുത്തരും തയ്യാറാകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഏറ്റവും മഹത്തായ സന്ദേശം അതാണ്. യാ അയ്യുഹന്നാസ് ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ الذي جعل لكم الأرض فراشا والسماء بناء وأنزل من السماء ماء فأخرج به من الثمرات رزقا لكم فلا تجعلوا لله أندادا وأنتم تعلمون. الله سبحانه وتعالى പറയുന്നു, യാ അയ്യുഹന്നാസ് ജനങ്ങളെ, ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരുടെയും സൃഷ്ടാവാണ് അല്ലാഹു. നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ നിങ്ങളുടെ റബ്ബിന്റെ ആ കൽപ്പന എന്താണ്? ഉഅ്ബുദൂ റബ്ബക്കുമുല്ലദീ ഖലഖക്കും വല്ലദീന മിൻ ഖബ്ലിക്കും, നിങ്ങളെയും നിങ്ങൾക്ക് മുമ്പുള്ളവരെയും സൃഷ്ടിച്ചവനായ അല്ലാഹുവിനെ നിങ്ങൾ ആരാധിക്കുക, അവനെ മാത്രം നിങ്ങൾ ആരാധിക്കുക. വല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ, അങ്ങനെ നിങ്ങൾ അവനെ മാത്രം ആരാധിച്ച് സൂക്ഷ്മത കൊണ്ട് ജീവിച്ചാൽ നിങ്ങൾ വിജയം പ്രാപിക്കും. ആ അല്ലാഹുവൻ എങ്ങനെയുള്ളവനാണ്? അല്ലദീ ജഅല ലക്കുമുൽ അർള ഫിറാശാ, നിങ്ങൾ ഇന്ന് താമസിച്ചു കൊണ്ടിരിക്കുന്ന ഭൂമിയെ നിങ്ങൾക്കൊരു വിരിപ്പ് പോലെ സംവിധാനിച്ചു തന്നവനാണ്. വീടെടുക്കുവാനും വാഹനങ്ങൾ ഓടിക്കുവാനും കൃഷി ചെയ്യുവാനും നമുക്ക് നടക്കാനും കളിക്കാനും ചിരിക്കാനും എല്ലാറ്റിനും കഴിവുള്ള രൂപത്തിൽ ഭൂമിയെ നിങ്ങൾക്ക് അവൻ സംവിധാനിച്ചു തന്നു. അത് അല്ലാഹു നിങ്ങൾക്ക് തന്ന വലിയ ഐശ്വര്യമാണ്, നിഅമത്താണ്, അനുഗ്രഹമാണ്. അതോടൊപ്പം അല്ലാഹു പറയുന്നു, വസ്സമാഅ ബിനാഅ, ആകാശത്തെ അവൻ നിങ്ങൾക്ക് മുകളിൽ ഒരു പന്തല് പോലെ ഒരു മേൽക്കൂരയാക്കി തന്നിരിക്കുന്നു. അവിടെ നിന്ന് ഉപകാരപ്രദമായ അല്ലാഹു തആല ആകാശ ലോകത്ത് നിന്ന് നിങ്ങൾക്ക് ഉപകാരപ്രദമായ മഴയെ വർഷിപ്പിച്ചു തരുന്നു. വഅൻസല മിനസ് സമാഇ മാഅ, ആകാശ ലോകത്ത് നിന്ന് ഇറങ്ങുന്ന മഴ മൂലം നിങ്ങൾക്ക് കുടിക്കാനുള്ള വെള്ളവും കൃഷി ചെയ്യുവാനുള്ള വെള്ളവും നിങ്ങൾക്ക് ജീവൻ നിലനിർത്താൻ ആവശ്യമായ രൂപത്തിലുള്ള എല്ലാ നിലക്കുമുള്ള സൗകര്യങ്ങളും അല്ലാഹു നൽകി. വഅഖ്റജ ബിഹി മിനസ് സമറാത്തി റിസ്ഖൻ ലക്കും, അതോടൊപ്പം തന്നെ ആ റിസ്കിൽ ആ ഭൂമിയിൽ വെള്ളം പതിച്ച് ആ ഭൂമിയിൽ പിന്നീട് നിങ്ങൾക്ക് അല്ലാഹു അതിലൂടെ ഉപജീവന മാർഗമായി കൃഷി നൽകി, ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകി. അപ്പൊ വാനലോകത്ത് നിന്ന് മനുഷ്യർക്ക് അല്ലാഹു നൽകുന്ന എല്ലാ നിഅമത്തുകളെയും അല്ലാഹു തആല എടുത്തു പറഞ്ഞിട്ട്
അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത്, നമ്മെ സൃഷ്ടിച്ച നമ്മുടെ ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത് ഒരു കണ്ടീഷനാണ്. എന്താണ്? വലാ തജ്അലൂ ലില്ലാഹി അൻദാദാ. അതുകൊണ്ട് ആ അള്ളാഹുവിൽ നിങ്ങൾ ഒരിക്കലും ഒരു പങ്കാളിയെ കാണരുത്. ആ റബ്ബിൽ നിങ്ങൾ ഒരിക്കലും ഒരു പങ്കാളിയെ കാണരുത്. കാരണം അല്ലാഹു തആല അവൻ ഏകനാണ്. അവൻ ഒരിക്കലും പങ്കാളിയില്ല, അവന് പങ്കാളിയുടെ ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഫലാ തജ്അലൂ ലില്ലാഹി അൻദാദൻ വഅൻതും തഅലമൂൻ. ആ കാര്യങ്ങൾ നിങ്ങളെല്ലാം മനസ്സിലാക്കിയവരാണ്. അതുകൊണ്ട് അങ്ങനെ മനസ്സിലാക്കിയ നിങ്ങൾ ആ റബ്ബിന് മാത്രം ആരാധനകളും പ്രാർത്ഥനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണമെന്നാണ് വിശുദ്ധ ഖുർആൻ മാലോകരുടെ മുമ്പിൽ പറഞ്ഞു തരുന്നത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, എന്ത്? وَإِذَا سَأَلَكَ عِبَادِي عَنِّي فَإِنِّي قَرِيبٌ أُجِيبُ دَعْوَةَ الدَّاعِ إِذَا دَعَانِي فَلْيَسْتَجِيبُوا لِي. എന്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിച്ചാൽ നീ അവർക്ക് പറഞ്ഞു കൊടുക്കൂ റസൂലേ. അള്ളാഹു എന്ന് പറഞ്ഞാൽ അവൻ ആരാണ്? അവൻ നിങ്ങളുടെ പ്രാർത്ഥന കേൾക്കുവാനും നിങ്ങളുടെ ആവശ്യങ്ങൾ കണ്ടറിയുവാനും അതിനനുസൃതമായി നിങ്ങൾക്ക് ഉത്തരം നൽകാനും കഴിവുള്ളവനാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു സ്ഥലത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല വീണ്ടും പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വഖാല റബ്ബുക്കും ഉദ്ഊനി അസ്തജിബ് ലക്കും. നിങ്ങളുടെ റബ്ബിതാ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, നിങ്ങൾ എന്നോട് പ്രാർത്ഥിക്കൂ, എനിക്ക് മാത്രം നിങ്ങൾ നേർച്ചകളും ആരാധനകളും വഴിപാടുകളും നൽകൂ, ഞാനല്ലാത്ത മറ്റൊരു സൃഷ്ടിജാലങ്ങൾക്കും നിങ്ങളെ നൽകാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾ എന്നോട് ദുആ ചെയ്യൂ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, എനിക്ക് മാത്രം ഇബാദത്ത് അഥവാ ആരാധന നൽകുന്നതിൽ നിന്ന് ആരെങ്കിലും അഹങ്കരിച്ചാൽ, വിട്ടുനിന്നാൽ, സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകാഗ്നിയിൽ പ്രവേശിക്കുമെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. അപ്പോ ഈ ആയത്തുകളിലൂടെ, ഈ വിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളിലൂടെ ഇവിടെ ജീവിക്കുന്ന ഹിന്ദുവിനോടും മുസ്ലിമിനോടും ജൈനനോടും ക്രിസ്ത്യാനിയോടും ജൂതനോടും ബുദ്ധമതക്കാരനോടും പാഴ്സിയോടും എന്തിനേറെ മതമില്ലാത്തവരോടും അവനെ സൃഷ്ടിച്ച, അവന് മാർഗദർശനം നൽകിയ അള്ളാഹു പടച്ചറബ് ദൈവം പറയുന്നു, നിങ്ങളെ സൃഷ്ടിച്ചത് മനുഷ്യരെ എന്നെ മാത്രം ആരാധിക്കാനാണ്. വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. മനുഷ്യവർഗത്തെയും ജിന്നവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല എനിക്ക് മാത്രം ആരാധന അർപ്പിക്കാൻ വേണ്ടിയല്ലാതെ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം ഈ ആരാധനയിൽ നിന്ന്, ഈ പ്രാർത്ഥനയിൽ നിന്ന്, ആ അള്ളാഹ്ക്ക് മാത്രം ഈ വഴിപാടുകൾ അർപ്പിക്കുന്നതിൽ നിന്ന് മനുഷ്യകുലം കല്ലിയും ഉള്ളിയും ഉരുളിയും മൂർക്കൻ പാമ്പ്, ആൽത്തറകൾ, മണ്ഡപങ്ങൾ, ശ്രീകോവിലുകൾ, മക്ബറകൾ, ജാറങ്ങൾ, പുണ്യപുഷ്പങ്ങൾ തുടങ്ങി സൃഷ്ടികളെ ആരാധിക്കുന്നുണ്ട്. അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ വലിയൊരു വിഭാഗം അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട പ്രാർത്ഥനകൾ, നേർച്ചകൾ, സഹായത്തേട്ടങ്ങൾ മൺമറഞ്ഞു പോയ അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അതുപോലെ കെട്ടിപ്പൊക്കിയ കബറുകളാകുന്ന മക്ബറകളിലേക്കും നാട്ടിവെച്ച കല്ലുകളുടെ മുമ്പിലും പട്ടിട്ട് മൂടിയ മരവള്ളികളുടെ മുമ്പിലും ഒക്കെ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ട്. ഇതേപോലെ മനുഷ്യകുലം അതാത് പ്രവാചകന്മാരുടെ കാലഘട്ടത്തിൽ ആ പ്രവാചകന്മാരോട് അള്ളാഹു പഠിപ്പിച്ച ഈ ശുദ്ധമായ ഏകദൈവ ആരാധനയിൽ നിന്ന്, ഈ വിശ്വാസത്തിൽ നിന്ന് അകന്നുപോയിട്ടുണ്ട്. അതുകൊണ്ട് അവരെ നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ പ്രവാചകന്മാർ വന്നത്. ഇതേപോലെ തന്നെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിച്ചത്. ആ വേദഗ്രന്ഥങ്ങളുടെ അവസാനത്തെ എഡീഷനാണ് വിശുദ്ധ ഖുർആൻ. യഥാ യഥാ യധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യം തദാത്മാനം സൃജാമ്യഹം പരിത്രാണായ സാധൂനാം വിനാശായ. മനുഷ്യന് അവച്യുതി സംഭവിക്കുമ്പോൾ, ധർമ്മച്യുതി സംഭവിക്കുമ്പോൾ, തെറ്റുകളിലേക്ക് അവൻ വഴിതെറ്റുമ്പോൾ അവനെ വിശ്വാസത്തിലേക്കും യഥാർത്ഥ നിലപാടിലേക്കും യഥാർത്ഥ വിശുദ്ധിയിലേക്കും കൊണ്ടുവരാൻ വേണ്ടി ദൈവം അവതരിപ്പിക്കുന്നു എന്നല്ല,
മറിച്ച് ദൈവത്തിന്റെ പ്രതിനിധികളായി അള്ള മനുഷ്യരിൽ തന്നെ തെരഞ്ഞെടുത്ത പ്രവാചകന്മാർ അവതരിപ്പിക്കുന്നു ഓരോ കാലഘട്ടത്തിലും. ആ പ്രവാചക ശൃംഖലയെ അവസാനത്തെ കണ്ണിയാണ് മഹാനായ മുഹമ്മദ് മുസ്തഫ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകർക്ക് മുമ്പിൽ പഠിപ്പിച്ചു കൊടുത്ത വിശുദ്ധ ഖുർആനിന്റെ തിരുസുന്നത്തിന്റെ മാർഗത്തിലേക്ക് ക്ഷണിക്കുന്നവരാണ് മുജാഹിദ് പ്രസ്ഥാനം. അവർക്ക് വേറെ ഒരു ഭൗതിക ലക്ഷ്യങ്ങളോ താല്പര്യമോ ഇല്ല. മരണത്തിന് ശേഷം ആരംഭിക്കുന്ന പരലോക ജീവിതത്തിൽ സ്വർഗം കിട്ടണം, നരകത്തിന് രക്ഷപ്പെടണം. അതിന് ഇസ്ലാം മുന്നോട്ട് വെച്ച ഈ ആശയാദർശങ്ങൾ ഇൻഷാ അല്ലാഹ് പ്രമാണബദ്ധിതമായി നമ്മുടെ മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം പരിമിതമായ സമയത്തിൽ തുടരുന്നതാണ്. ശേഷം ഇവിടെ സൂചിപ്പിച്ചതുപോലെ നസ്റുദ്ദീൻ റഹ്മാനി എന്ന പ്രഗത്ഭ പ്രഭാഷകൻ പണ്ഡിതൻ സമാപന പ്രഭാഷണം നടത്തുന്നുണ്ട്. എല്ലാവരെയും അതിലേക്ക് ഒരിക്കൽ കൂടി ക്ഷണിച്ചുകൊണ്ട് മഗ്‌രിബ് നമസ്കാരത്തിന് വേണ്ടി നമ്മുടെ പ്രഭാഷണം അവസാനിപ്പിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقهوا قولي وما توفيقي الا بالله عليه توكلت واليه انيب. ബഹുമാനരായ സത്യവിശ്വാസികളെ, സഹോദരങ്ങളെ, സഹോദരിമാരെ, നാം എല്ലാവരും നമ്മുടെ ജീവിതത്തിൽ സിറാത്തുൽ മുസ്തഖീം അഥവാ നേരായ മാർഗം അത് ആഗ്രഹിക്കുന്നവരാണ്. ആ നേരായ മാർഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആലയോട് നിർബന്ധമാക്കപ്പെട്ട നമസ്കാരത്തിൽ ചുരുങ്ങിയത് 17 തവണ നാം ആവർത്തിച്ച് ചോദിക്കുന്നത്. ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം, അല്ലാഹുവേ നീ ഞങ്ങളെ ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തണേ. എന്താണ് ആ ചൊവ്വായ മാർഗം? സിറാത്തൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ച ആളുകളുടെ മാർഗമാണ്. ആരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ചത്? വിശുദ്ധ ഖുർആനിലൂടെ അല്ലാഹു തആല മറ്റൊരു അധ്യായത്തിൽ പറഞ്ഞു, വമൻ യുതിഇല്ലാഹ വറസൂലഹു ഫഉലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസന ഉലൈക റഫീഖാ. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിച്ച ആളുകൾ ആരാണ്? മിനൻ നബിയ്യീന, അമ്പിയാക്കന്മാർ, വസ്സദ്ദീഖീന, സത്യസന്ധന്മാരായ സിദ്ദീഖുകൾ, വശുഹദാഇ വസ്സാലിഹീൻ, അല്ലാഹുവിന്റെ മാർഗത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടി അടരാടി ഷഹീദായ ആ മഹാന്മാരായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് റളിയല്ലാഹു അജ്മഈൻ, വസ്സാലിഹീൻ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതചര്യകളെ കൃത്യമായ രൂപത്തിൽ അനുധാവനം ചെയ്ത മഹാന്മാർ. അപ്പൊ ഇവരാണ് അള്ളാഹു തൃപ്തിപ്പെട്ടവർ എന്നും ഈ മാർഗത്തിലാണ് ഞങ്ങൾ നീ നയിക്കേണ്ടത് എന്നും അള്ളാഹിനോട് നമ്മൾ ചോദിക്കുന്നു. എന്നിട്ട് അതിന് താഴെ നമ്മൾ അതേ സൂറത്ത് ഫാത്തിഹയിൽ തന്നെ 2 വിഭാഗത്തേക്കുള്ള അള്ളാഹുവിനോട് രക്ഷ ചോദിക്കുന്നു. എന്താണത്? അള്ളാഹുവേ, നിന്റെ കോപത്തിനും നിന്റെ ശാപത്തിനും പാത്രീഭൂതരായ ആളുകളുടെ മാർഗമല്ല. ആരാണ് അള്ളാഹുവിന്റെ കോപത്തിനും അള്ളാഹുവിന്റെ ശാപത്തിനും അർഹരായ ആളുകൾ? അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു തന്നു. അൽ യഹൂദ വൻ നസാറ, അത് ജൂത ക്രൈസ്തവർ ആണ്. എന്തുകൊണ്ടാണ് അത്തരത്തിലുള്ള ഒരു ശാപഹോമം അവർക്ക് വരാനുണ്ടായ കാരണം? ഏതെങ്കിലും ഒരു ജാതീയതയോട്, ഏതെങ്കിലും ഒരു വർഗത്തോട്, അള്ളാഹുവിന്റെ പ്രവാചകനോ അല്ലെങ്കിൽ ആ പ്രവാചകന്റെ റബ്ബായ നമ്മുടെ റബ്ബായ അള്ളാഹ്ക്കോ പ്രത്യേകം എന്തെങ്കിലും ഒരു ദേഷ്യം ഉള്ളത് കൊണ്ടാണോ?
മുസ്ലിമുകളെ നമ്മൾ അവരെ കൊള്ള ആ വഴിതെറ്റിയ ആളുകളുടെ മാർഗം ഞങ്ങൾക്ക് വേണ്ട എന്ന് പറയാൻ കാരണം അല്ല. അവർക്ക് റസൂലുള്ളാഹിയെ പോലെ പ്രവാചകന്മാർ വന്നിട്ടുണ്ട്. ലോകത്ത് മുസ്ലിമുകൾ അടങ്ങുന്ന മനുഷ്യർക്ക് മുഴുവനും അവസാനത്തെ വേദഗ്രന്ഥമായി ഇറക്കപ്പെട്ട ഖുർആൻ പോലെ അവർക്കും അതിനു മുമ്പ് ഖുർആൻ പോലെ വേദഗ്രന്ഥങ്ങൾ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ ആ വേദഗ്രന്ഥങ്ങളെ എന്ത് ചെയ്തു? അവര് കളവാക്കി. ആ പ്രവാചകന്മാർ പഠിപ്പിച്ച ആശയാദർശങ്ങളെ അവര് തള്ളിക്കളഞ്ഞു. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹുവിന്റെ കോപവും ശാപവും ഇറങ്ങിയത് എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സൂറത്ത് ഫാത്തിഹയിലെ ഈ 4 ആയത്തുകൾ മുൻനിർത്തിക്കൊണ്ടാണ് ഇന്ന് ഞാൻ വളരെ പരിമിതമായ സമയത്തിൽ നിന്നുകൊണ്ട് ഏതാനും ചില കാര്യങ്ങൾ ഞാൻ വിശദീകരിക്കുന്നത്. നമുക്കറിയാം, നമ്മുടെ കേരളത്തിൽ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ എന്നറിയപ്പെടുന്ന പ്രസ്ഥാനമുണ്ട്. ആ പ്രസ്ഥാനത്തിന്റെ മുസ്ലിയാക്കന്മാർ ഈ സമൂഹത്തിന് മുമ്പിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നത്, അവകാശപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, ഞങ്ങളാണ് ആ അള്ളാഹു തൃപ്തിപ്പെട്ട സ്വാലിഹ്യങ്ങളുടെ മാർഗത്തിൽ നിന്നാണ്, ഞങ്ങളാണ് ആ റസൂലിന്റെയും സ്വഹാബത്തിന്റെയും മാർഗമാകുന്ന അഹ്ലുസുന്ന വൽ ജമാഅയിൽ നിന്നാണ്. അത് കേവലം നാവ് കൊണ്ട് ഒരു അദര വ്യായാമമായി പ്രഖ്യാപിച്ചത് കൊണ്ട് ആ മാർഗം ആവില്ല. അതാകണമെങ്കിൽ വിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അവരെ കുറിച്ച് നമുക്ക് പഠിപ്പിച്ചെന്ന വിശ്വാസ കർമ്മ ആചാര അനുഷ്ഠാനങ്ങൾ അത് ഈ സമസ്ത മുസ്ലിയാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ പറയണം, പഠിപ്പിക്കണം. അപ്പോഴേ അവരെ അഹ്ലുസുന്ന വൽ ജമാഅ എന്ന സുന്നത്തമായി താവുകയുള്ളൂ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ആ സുന്നത്ത് ജമാഅത്താണോ ഇന്ന് സമസ്ത പ്രചരിപ്പിക്കുന്ന വിശ്വാസം? അതല്ല. നാം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ, അള്ളാഹിന്റെ ശാപകോപത്തിനിരയായ ജൂതക്രിസ്ത്യാനികൾ ഈ ഇസ്ലാമിക സമൂഹത്തിലേക്ക് ഷിയാക്കൾ വഴി ഇറക്കുമതി ചെയ്ത ശിർക്ക്, ബിദ്അത്ത്, ഖുറാഫാത്തുകളാണോ സമസ്ത മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കുന്നത്? ഇത് പരിമിതമായ സമയത്തിൽ ഒന്ന് താരതമ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുക. അഹ്ല റമദാനുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള വളരെ ശക്തമായ ഒരു ബോധനം ബഹുമാനായ പണ്ഡിതൻ നസ്രുദ്ദീൻ റഹ്മാനി ഇൻഷാ അല്ലാഹ് എനിക്ക് ശേഷം വിശദീകരിക്കും. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഒന്നാമതായി ഞാൻ മഗ്‌രിബ് നമസ്കാരത്തിന്റെ മുമ്പ് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞു, നമ്മെ അല്ലാഹു തആല സൃഷ്ടിച്ചത് അള്ളാഹ്ക്ക് മാത്രം ഇബാദത്ത് ചെയ്യാൻ വേണ്ടിയാണ്. എന്താണ് ഇബാദത്ത്? മലയാളത്തിൽ നാം പറയും ആരാധന, പ്രാർത്ഥന എന്നൊക്കെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനെ വളരെ വ്യക്തമായി കൊണ്ട് തന്നെ പഠിപ്പിച്ചു തന്നു. അദ്ദുആഹു ഹുവൽ ഇബാദ. അദ്ദുആഹു, ദ്വാരക്ക എന്ന് പറഞ്ഞാൽ ഹുവൽ ഇബാദ, അതാണ് ഇബാദത്ത്. അപ്പൊ അള്ളാഹ്ക്ക് മാത്രമായി പ്രാർത്ഥനകളും നേർച്ചകളും സഹായത്തേട്ടങ്ങളും അർപ്പിക്കുക എന്നതാണ് ഇബാദത്ത്. ഈ ഇബാദത്ത് അല്ലാഹു തആലക്ക് പുറമെ റബ്ബിന്റെ കൂടെ ഒരു സൃഷ്ടികൾക്കും നൽകാൻ പാടില്ല. അത് ആ ഇബാദത്തിനെ തകർക്കുന്ന, ആ ലാ ഇലാഹയെ തകർക്കുന്ന ശിർക്ക് എന്ന് പറയുന്ന പാപമാണ്. അതുകൊണ്ട് ഈ ശിർക്കിലേക്ക് പോകാൻ വേണ്ടി അല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തും നമുക്ക് ഈ അഹ്ലുസുന്ന നൽകി യാത്രയായത്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫാത്തിഹയിൽ വളരെ ഗൗരവത്തിൽ തന്നെ ഈ അഹ്ലുസുന്നയുടെ മാർഗത്തിൽ ഞങ്ങൾ വഴി നടത്തണമെന്നും 2 വിഭാഗത്തെ കൊള്ള ഞങ്ങൾ നിന്നോട് രക്ഷ തേടുന്നു റബ്ബേ, അവരുടെ ശർറിൽ ഞങ്ങൾ രക്ഷപ്പെടുത്തണമെന്നും ദുആ ചെയ്തപ്പോൾ അതിനു മുമ്പ് അല്ലാഹു നമ്മോടൊരു കരാർ ഒപ്പിച്ചു. എന്താണ് ആ കരാറ്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ. അല്ലാഹ് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. ഇത് ഞാൻ എൻ്റെ ഒരു ഇഷ്ടപ്രകാരം പ്രിയമുള്ള മുഅ്മിനീങ്ങളെ പറഞ്ഞു പോയാൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം
ഈ കേൾക്കുന്ന സമസ്തയിലെ സഹോദരി സഹോദരന്മാർക്ക് ഒരു പക്ഷേ വിശ്വസിക്കാൻ പ്രയാസം ഉണ്ടാവും. അതിപ്പോ വഹാബി ഇവിടെ വന്ന് ഓൻ തലകെട്ടും കെട്ടി മൗലിയരുമാരി എന്തൊക്കെയോ പറഞ്ഞു പോയി, നമ്മളെന്തിനാ പോയി സ്വീകരിക്കുന്നത്? അത് ഓന്റെ ഖുർആനിലെ പരിഭാഷയിലല്ലേ? അല്ല, അങ്ങനെ ഓരോരുത്തർക്കും ഓരോ ഖുർആനില്ല, നമുക്കൊക്കെ ഒറ്റ ഖുർആനേ ഉള്ളൂ. അതിന് പരിഭാഷ, അതിന് വിശദീകരണം എഴുതിയത് മുജാഹിദുകൾ മാത്രമല്ല, സമസ്തയിലെ നല്ല തലതൊട്ടപ്പന്മാരായ പണ്ഡിതന്മാർ എഴുതിയിട്ടുണ്ട്. അവരുടെ പരിഭാഷയിൽ നിന്ന് ഞാൻ ഈ ഫാത്തിഹയ്ക്ക് പറഞ്ഞ അർത്ഥം ഒരു തെറ്റുമില്ല എന്നും അതിന്റെ വ്യാഖ്യാനം എന്താണ് എന്നും ഞാൻ അവരുടെ വ്യാഖ്യാനത്തിൽ നിന്ന് വായിച്ചു കേൾപ്പിച്ചു തരാൻ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, കേട്ടോളൂ. വലിയ കാലം ഇമ്പിച്ചിക്കോയ തങ്ങൾ എഴുതിയിട്ടുള്ള വിശുദ്ധ ഖുർആനിന്റെ അർത്ഥവും വ്യാഖ്യാനവും എന്ന ഖുർആൻ പരിഭാഷ അൽ ബയാൻ പുറത്തിറക്കിയതാണ്. അതിന്റെ സൂറത്തുൽ ഫാത്തിഹ 5-ാമത്തെ ആയത്ത്, ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, അല്ലാഹുവേ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു. അപ്പൊ അള്ളാഹ്ക്ക് മാത്രം ആരാധന അർപ്പിക്കാം. അതിലിവിടെ സമസ്തയിലെ ഒരു മൂല്യാർക്കും ഒരു പണ്ഡിതന്മാർക്കും സുന്നിയായ ഒരു സഹോദരി സഹോദരന്മാർക്കും തർക്കമില്ല. ആരെയാണ് നമ്മൾ ആരാധിക്കേണ്ടത്? അള്ളാഹുവിനെ, അല്ലേ? എന്നാൽ അതേ അള്ളാഹു തആല തന്നെ അതിന്റെ കൂടെ പറയുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു എന്ന് വിശ്വാസികളെ നിങ്ങൾ പ്രഖ്യാപിക്കണം. അപ്പോ അള്ളാഹ്ക്ക് മാത്രമാണ് ആരാധനയാകുന്ന വിഭാഗത്തും ഇസ്തിഗാസ അഥവാ സഹായത്തേട്ടം എന്ന് പറയുന്ന വിഭാഗത്തും അള്ളാഹ്ക്ക് മാത്രമാണ് നൽകേണ്ടത് എന്ന്. ഇതാരാ പറയുന്നത്? അള്ളാഹു തആല. ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ പറഞ്ഞതാ. ഇത് വലിയ കാലം ഇമ്പിച്ചിക്കോയ തങ്ങൾ അവിടുത്തെ ഖുർആൻ പരിഭാഷയിൽ പറഞ്ഞതാ. ഇനി ഇതിന്റെ വിശദീകരണത്തിൽ അദ്ദേഹം പറയുന്നത് കേട്ടോളൂ. നമ്മെ സൃഷ്ടിക്കുകയും പരിപാലിക്കുകയും മറ്റും ചെയ്യുന്നത് ഏകനായ അള്ളാഹുവാണ്. ഈ കാര്യങ്ങളിലൊന്നും മറ്റാർക്കും യാതൊരു പങ്കുമില്ല. അതിനാൽ അള്ളാഹുവിനെ മാത്രമേ നാം ആരാധിക്കാൻ പാടുള്ളൂ, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാനും പാടുള്ളൂ. ഞാൻ അടുത്ത വ്യാഖ്യാനം കേട്ടോളൂ. സഹായം തേടുക എന്നതുകൊണ്ട് പ്രാർത്ഥനയാണ് ഉദ്ദേശം. പ്രാർത്ഥനയാകട്ടെ ഇബാദത്തിന്റെ ആരാധനയുടെ ഒരു ഭാഗമാണ് താനും. വലിയ കാലം വെച്ചിക്കോയ തങ്ങളെന്ന സമസ്തയുടെ പണ്ഡിതൻ ഖുർആനിന്റെ തഫ്സീറിൽ പരിഭാഷയിൽ പറയുന്നു, അള്ളാഹുവെ നിന്നെ മാത്രമേ ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രമേ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ പ്രാർത്ഥന എന്നത് സഹായത്തേട്ടമാണ്. അപ്പൊ അള്ളാഹുവിനോട് ഇയ്യാക നസ്തഈൻ, നിന്നെ മാത്രം ഞങ്ങൾ സഹായം തേടുന്നു എന്ന് പറഞ്ഞാൽ ആ സഹായത്തേട്ടം പിന്നെ സഹോദരങ്ങളെ അള്ളാഹുവിന്റെ കൂടെയോ റബ്ബിന്റെ പുറമെയോ ഒരു സൃഷ്ടിക്കും കൊടുക്കാൻ പാടില്ല. ഇതാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത്. ഇനി ഇതിന് തെളിവായി വിശുദ്ധ ഖുർആനില് ഒന്നാമത്തെ മനുഷ്യനും പ്രവാചകനുമായ ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ അഷ്റഫുൽ ഖൽഖ് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം വരെയുള്ള 1.25 ലക്ഷം റസൂലുമാര് മുഴുവനും തേർന്നത് സഹായം തേടുന്നത് അല്ലാഹുവിനോട് മാത്രമാണ്. ഇനി അവരിൽ തന്നെ പ്രഗത്ഭരായ 25ഓളം റസൂലുമാര് നബിമാരുടെ പ്രാർത്ഥന അള്ളാഹ് ഖുർആനിൽ പറയുന്നുണ്ട്. സ്വർഗത്തിൽ നിന്ന് അള്ളാഹു വിലക്കപ്പെട്ട പഴം ഭക്ഷിച്ചു. അള്ളാഹു പറഞ്ഞു, കുൽ ഹബിതു മിൻഹാ ജമീഅ, ആദമേ ഹവ്വ നിങ്ങൾ തൽക്കാലം സ്വർഗത്തിൽ നിന്ന് പുറത്തു പോകണം ഭൂമിയിലേക്ക്. അങ്ങനെ അള്ളാഹിന്റെ കൽപ്പനക്ക് ഒരു എതിര് വന്നു എന്ന സങ്കടം അവർ ഹൃദയത്തിൽ വന്നപ്പോൾ അവർക്ക് അള്ളാഹു തആലയോട് പൊറുക്കലിനെ തേടാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല തന്നെ ഒരു വചനം അവതരിപ്പിച്ചു കൊടുത്തു. ആ വചനം ഏതാ? അള്ളാഹിന്റെ ഹക്ക്, അള്ളാഹിന്റെ റസൂലിന്റെ ഹക്ക് ചായ ബർക്കത്ത് കൊണ്ട് അള്ളാഹുവെ ഞങ്ങളിതാ നിന്നോട് തേടുന്നു എന്നാണോ? ആണോ? ഇബ്രാഹിം നബിയെ, ഇസ്മായിൽ നബിയെ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആലമുൽ അർവാഹിലെ ആത്മാക്കളെ ഞങ്ങളിതാ അള്ളാഹിനോട് തെറ്റ് ചെയ്തു പോയി, നിങ്ങൾ ഞങ്ങൾക്ക് പുറത്തു തരാൻ അള്ളാഹിനോട് തേടണേ എന്നാണോ? അല്ല, ഒരു അടയാളന്മാരെയും പങ്കു ചേർത്തിട്ടില്ല. നേർക്ക് നേരെ ഒരു സൃഷ്ടിയോടും തേടിയിട്ടില്ല. മറിച്ച് സൃഷ്ടാവായ റബ്ബിനോട് മാത്രമാണ് ഒന്നാമത്തെ പ്രവാചകൻ നമ്മുടെ പിതാവുമായ ആദം ഹവ്വ ദമ്പതികൾ ദുആ ചെയ്തത്, അല്ലേ? റബ്ബനാ ളലംനാ അൻഫുസനാ വഇൻ ലം തഗ്ഫിർ ലനാ വതർഹംനാ ലനകൂനന്ന മിനൽ ഖാസിരീൻ. സ്വന്തത്തോട് അക്രമം ചെയ്തു പോയ അല്ലാഹ്, നീ ഞങ്ങൾക്ക് പുറത്തു തരണേ.
ഇനി മഹാനായ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം, യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാമെ അള്ളാഹു തആല ഏൽപ്പിച്ച ദൗത്യം അത് പൂർത്തിയാക്കുന്നതിന് മുമ്പ് അദ്ദേഹം ആ കൗമ് വഴിതെറ്റിയപ്പോൾ മനസ്സുമെടുത്ത് അള്ളാഹു തആലയുടെ കൽപ്പന വരുന്നതിന് മുമ്പ് അദ്ദേഹം രാജ്യം വിട്ടു. ആ സമയത്ത് അള്ളാഹു തആല അദ്ദേഹത്തെ ഒരു നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുത്ത് കടലിലേക്ക് ഇട്ടു. അള്ളാഹുവിന്റെ തീരുമാനമാണ്. ആ യൂനുസ് നബി അലൈഹിസ്സലാം ആ മത്സ്യത്തിന്റെ വയറ്റിൽ വെച്ച്, ആ സമുദ്രത്തിന്റെ കൂരിരുട്ടിൽ വെച്ച് അള്ളാഹുവോട് തേടിയത് എന്താണ്? അള്ളാഹു തആലയോട് പറയാണ്, ഫനാദാ ഫിളുമാതി അല്ലാ ഇലാഹ ഇല്ലാ അൻത സുബ്ഹാനക ഇന്നി കുൻതു മിനൽ ളാലിമീൻ. പടച്ചോനെ റബ്ബേ, ഞാൻ നിന്റെ കൽപ്പന വരുന്നതിന് മുമ്പ് ഞാൻ എടുത്തു ചാടി ചെയ്തത് എന്റെ ജീവിതത്തിൽ വന്ന അക്രമമാണ്, തെറ്റാണ്. ഞാൻ ളാലിമീങ്ങളിൽ പെട്ടുപോയി, നീ പുറത്തു തരണേ. തീക്കുണ്ടാരത്തിലേക്ക് ഇബ്രാഹിം അലൈഹിസ്സലാമിനെ എറിഞ്ഞു. ആ തീക്കുണ്ടാരത്തിൽ വെച്ചുകൊണ്ട് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്ത് ആരെയാ? അല്ലാഹു തആലയോടാണ്. അല്ലാഹുവോടാണ് ഇബ്രാഹിം അലൈഹിസ്സലാം ദുആ ചെയ്തത്. സക്കരിയ നബി അലൈഹിസ്സലാത്തു വസ്സലാമക്ക് സന്താനങ്ങളില്ല. സക്കരിയ നബി ആരോടാണ് ദുആ ചെയ്തത്? അല്ലാഹുവിനോടാണ്, അല്ലേ? ഇങ്ങനെ പ്രവാചകന്മാരുടെ ദുആ മാത്രമല്ല, ബീവിമാരുടെ ദുആ, മറിയം അലൈഹിസ്സലാത്തു വസ്സലാം, ആസിയ റളിയല്ലാഹു അൻഹ, ഇവര് ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രയാസങ്ങളും വന്നപ്പോൾ ആരാണ് ദുആ ചെയ്തത്? ഖുർആൻ പറഞ്ഞു, അള്ളാഹിനോട് മാത്രം. അള്ളാഹിനോടും ദ്വാരിക്കുക, അമ്പിയാക്കൾ ഔലിയാക്കളോടും ദ്വാരിക്കുക, അങ്ങനെ ഒരു ദുആ ഇല്ല. അള്ളാഹിനോട് സഹായം തേടുക, അമ്പിയ ഔലിയാക്കളോട് സഹായം തേടുക, അതില്ല. അള്ളാഹിനോട് മാത്രം. ഇനി ഔലിയാക്കന്മാർ ദുആ ഖുർആൻ പറയുന്നു, അസ്ഹാബുൽ കഹ്ഫ്, അല്ലേ? അവരാരാണ് ദുആ ചെയ്തത്? അത് അള്ളാഹിനോട്. ഇങ്ങനെ തുടങ്ങി ഖുർആനിൽ ഉടനീളമുള്ള ദുആകൾ മുഴുവനും റബ്ബന റബ്ബി അല്ലാഹുമ്മ എന്നല്ലാതെ ഒരു പ്രവാചകന്മാരോടോ ഒരു ഔലിയാക്കന്മാരോടോ ഒരു കെട്ടിയുയർത്തിയ ഖബറിന്റെ മുമ്പിലോ പോയി ദുആ ചെയ്യുന്ന സംഭവം ഇല്ല. ഖുർആൻ വ്യക്തമായി പറഞ്ഞു തന്നു, അള്ളാഹിന്റെ കൂടെ റബ്ബിന് പുറമെ മറ്റുള്ളവരെ വിളിച്ച് ദുആ ചെയ്യാൻ പ്രാർത്ഥിക്കാൻ ഒരു തെളിവും നിങ്ങൾക്ക് ഖുർആനിലില്ല. ഇനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസുകളിലേക്ക് വാ. വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് മുതൽ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, അല്ലാഹുവോട്. വാഹനത്തിൽ കയറുമ്പോൾ അല്ലാഹുവോട്, പള്ളിയിൽ കയറുമ്പോൾ അല്ലാഹുവോട്, ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ അല്ലാഹുവോട്, ഭക്ഷണം കഴിച്ചിരിക്കുമ്പോൾ അല്ലാഹുവോട്, പുതുവസ്ത്രം ധരിക്കുമ്പോൾ അല്ലാഹുവിനോട്, ബാത്റൂമിൽ കയറുമ്പോൾ പുറത്തിറങ്ങുമ്പോൾ അല്ലാഹുവോട്. എന്തിനേറെ തിരിച്ച് വീട്ടിൽ വന്ന് ഭാര്യ ഭർത്താക്കന്മാർ അവരുടെ റൂമിൽ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ പോലും അല്ലാഹുവോട്. അവസാനം ഉതുവെടുത്ത് കിടക്കപ്പായിലേക്ക് തല വെക്കുമ്പോൾ ദുആ എന്താ? ബിസ്മിക റബ്ബി വദഅതു ജംബി, അല്ലാഹുവോട്. ഇവിടെ എവിടെയെങ്കിലും മുഅ്മിനീങ്ങളെ അള്ളാഹ്ക്ക് പുറമെ മറ്റുള്ളവരോട് ദുആ ചെയ്യുന്ന പതിവുണ്ടോ? ഇല്ല. എങ്കിൽ ഇതാണ് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം ജനസമൂഹത്തിന് മുമ്പിൽ പറയുന്നത്. എന്തുകൊണ്ട്? ഇതാണ് അഹ്ലുസുന്ന വൽ ജമാഅത്തിന്റെ ആദർശം. ഇതാണ് അമ്പിയാക്കളുടെ, മുർസലുകളുടെ, ശുഹദാക്കളുടെ, സജ്ജനങ്ങളുടെ ആദർശം. ഇതിലേക്കാണ് ഞങ്ങൾ ക്ഷണിക്കുന്നത്. എന്നാൽ ഇതിന്റെ മൊത്തം കുത്തക അവകാശപ്പെട്ടുകൊണ്ട് ഇന്ന് കേരളക്കരയിൽ ഈ സമൂഹത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്തുകൊണ്ട് മൗലിദായും മാണ്ടായും അടിയന്തിരമായും ഖബറ് കെട്ടിപ്പൊക്കി ഉറൂസുകളായും നേർച്ചകളായും സ്വലാത്ത് മജ്ലിസിന്റെ പേര് പറഞ്ഞുകൊണ്ട് നാരിയത്ത് സ്വലാത്തും ആദമ സ്വലാത്തും ദാജു സ്വലാത്തും സ്വലാത്തുൽ ഫാത്തിഹും അജ്മീർ മൗലിദും അജ്മീർ സ്വലാത്തും, അല്ലേ, നൂറെ സ്വലാത്തും മജ്ലിസുൽ നൂറും, അങ്ങനെ തുടങ്ങി ഉറുക്കും നൂറും മേലസും മൈക്കല്ലും കുപ്പിയും തകിടും ഇസ്മിന്റെ പണിയും തൽസമാത്തിന്റെ പണിയും ഒക്കെയായി ഈ സമുദായത്തിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്ത് സുന്നത്തമായത്തി എന്ന നായികക്ക് 40 വട്ടം പറഞ്ഞ് ഈ ഉമ്മത്തിന്റെ പാരത്രിക ലോകത്തെ വിജയം സ്വർഗം നഷ്ടപ്പെടുത്തി ആകാശഭൂമികളിൽ അള്ളക്കേറ്റവും കോപമുള്ള ശിർക്കെന്ന പാപം ചെയ്ത് വിദാത്തെന്ന പാപം ചെയ്ത് കത്തിജ്വലിക്കുന്ന നരകത്തിൽ അംഗങ്ങളാക്കുന്ന പണിയാണ് മുസ്ലിയാക്കന്മാർക്കുള്ളത്. അത് ഞാൻ കാതടച്ച് വെടിവെച്ച് പോവല്ല.
തെളിവുകൾ നിങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടാണ് ഞാൻ മുന്നോട്ട് പോകുന്നത്. നമുക്കറിയാം, ജീവിതത്തിന്റെ ഭരണഘടന ഖുർആനാണ്, സുന്നത്താണ്. അത് നമ്മൾ ഉണ്ടാക്കിയല്ല. തറക്തു ഫീക്കും അംറൈനി, രണ്ട് പ്രമാണങ്ങൾ നിങ്ങളുടെ മുമ്പിൽ വിട്ടേച്ചുകൊണ്ടാണ് ഞാൻ പോകുന്നത്. കിതാബ് അല്ലാഹി വ സുന്നത്ത് റസൂൽ, അള്ളാഹിന്റെ കലാമും റസൂലിന്റെ സുന്നത്തും. സദഖ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതാണ് സ്വഹാബത്തും അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന്റെ ഇമാമിങ്ങളൊക്കെ പ്രബോധനം ചെയ്തപ്പോൾ ആധാരമായി ഉപയോഗിച്ചത്. എന്നാൽ ഇവിടെ സമസ്തക്കാരായ മുസ്ലിയാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞു കൊടുത്ത എന്താ അറിയോ? ഖുർആൻ എന്ന് പറഞ്ഞ കൂട്ടരെ വലിയ ബഹറാണ്. വലിയ ബഹറാണ്, അലാഖിന്റെ കടലാണ്. ആ വലിയ ബഹറിലേക്ക് നിങ്ങൾ ചെറിയ ബുദ്ധിയാകുന്ന തോണിയുമായി നിങ്ങൾ ഇറങ്ങിയാൽ അതിന്റെ അലമാലകളിൽപ്പെട്ട് തിരമാലകളിൽപ്പെട്ട് നിങ്ങൾ മുങ്ങിച്ചത്തുപോകും. നല്ല ലോജിക്കാണ്. ചെറിയ തോണിയേറ്റ് വലിയ തിരമാലകളെ കടലിലേക്ക് ഇറങ്ങി ഉറപ്പല്ല മുങ്ങിച്ചാവുന്നുള്ളൂ. പക്ഷെ ഖുർആൻ എന്ന് പറഞ്ഞാൽ വലിയ തിരമാലയല്ല. ഖുർആൻ എന്ന് പറഞ്ഞാൽ ഇന്ന ഹാദൽ ഖുർആന യഹ്ദി ലില്ലതി ഹിയ അഖ്വം, ഏതൊരു മനുഷ്യരെ നേരായ വഴിയിലേക്ക് നയിക്കുന്ന ഗ്രന്ഥമാണ് ഖുർആൻ. മാത്രമല്ല അത് ലളിത സുന്ദരമാണ്. വമാ ജഅല അലൈക്കും ഫിദ്ദീനി മിൻ ഹറജ്, അല്ലാഹ് ഇറക്കി തന്ന ദീനിൽ അതിന്റെ സിലബസായ ഖുർആനിലെ ഹദീസിൽ ഒരു ഭാരം അല്ലാഹ് വെച്ചിട്ടില്ല. പക്ഷെ മൗലവിമാര് പറഞ്ഞു അത് വലിയ ഭാരമുള്ള സംഗതിയാണ്. അതുകൊണ്ട് നിങ്ങൾ അതിന്റെ അർത്ഥമൊന്നും പഠിക്കണ്ട, സാധാരണക്കാര് അർത്ഥമൊന്നും പഠിക്കണ്ട, ഞങ്ങൾ ദീനായി ഉരുത്തി തന്നെ എന്താണോ അത് വിഴുങ്ങിയാൽ മതി. ഇതാണ് ഗൈറുൽ മഗ്ദൂബി അലൈഹിം വലദ്ദാലിൻ രക്ഷ തേടാൻ അല്ലാഹ് പറഞ്ഞത്. കത്തനാര് പറഞ്ഞാൽ ക്രിസ്ത്യാനിക്ക് മതം എന്നതുപോലെ മുസ്ലിയാർ പറഞ്ഞാൽ, പുരോഹിതൻ പറഞ്ഞാൽ ഒരു മുസൽമാന മതമാണ് എന്ന് ഇവർ പഠിപ്പിച്ചു. അള്ളാഹു താല ഓരോ നാട്ടിലും ഒരു മൗലവിക്കും ഒരു മുസ്ലിയാർക്കും മാത്രമല്ല തലച്ചോറ് കൊടുത്തത്, ഒരു കാലിക്കും ഒരു മൊല്ലാക്കാക്കും മാത്രമല്ല ഹൃദയം കൊടുത്തത്, മറിച്ച് എല്ലാവർക്കും ഉള്ള തലച്ചോറും ഹൃദയവും കണ്ണും കാതും തന്നിട്ടുണ്ട്. അത് ഉപയോഗപ്പെടുത്താതെ ഞങ്ങൾ പണ്ടൊക്കെ പഠിച്ചത് അങ്ങനെയാണ്, പാരമ്പര്യമായിട്ട് ഇങ്ങനെയാണ്, ഓലൊക്കെ നരകത്തേക്കാണ് ഞങ്ങൾ നരകത്തേക്കാണ്, കന്യുസ്താദ് നരകത്തേക്കാ എന്നാ ഞങ്ങൾ നരകത്തേക്ക്, ജനിതികുട്ടി മുസ്ലിം നരകത്തേക്കാ എന്നാ ഞങ്ങൾ നരകത്തേക്ക്. നമ്മൾ ഓലൊക്കെ നരകത്തേക്കാന്ന് പറഞ്ഞോ? ഒരു മുശ്രിക്കാന്ന് പറഞ്ഞോ? ഒരു കാഫിറാന്ന് പറഞ്ഞോ? നമ്മൾ പറഞ്ഞിട്ടില്ല. ഷിർക്കിന്നതാണ്, ബിദഅത്തിന്നതാണ്, നരകം ശാശ്വതമാകുന്ന പാപങ്ങൾ ഇന്നതാണ്. അത് ഖുർആന്റെ അടിസ്ഥാനത്തിൽ പറഞ്ഞു കൊടുക്കും, അത്രേ ഉള്ളൂ. പക്ഷെ കുമ്പളങ്ങ കെട്ടോന്റെ പുറത്ത് വെള്ളപ്പൊടി എന്ന് പറയുമ്പോ മൗലവിമാര് തട്ടും. എന്താ ഈ ഓർക്ക് തോന്നുകയാണ് ഖുർആൻ സുന്നത്തും അനുസരിച്ച് വഹാബി പറയുന്ന ഈ വിശ്വാസം അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടല്ലോ, അത് നമ്മളെ തെറ്റല്ലല്ലോ, അത് മുസ്ലിയാക്കന്മാരെ ആദർശത്തിന്റെ ദൗർബല്യമാണ്, അത് ഓരോട് തിരുത്തിയാൽ മതി. അതിന് കല്ലെടുത്തെറിയാനും കൂക്കാനും മറുപടിയായി വയല് പറയാൻ നിൽക്കണ്ടല്ലോ, അല്ലേ? അപ്പൊ മുസ്ലിയാക്കന്മാർ സമൂഹത്തോട് പറഞ്ഞു, നിങ്ങൾ ഖുർആൻ ആയത്തിന്റെ അർത്ഥം പഠിക്കണ്ട. അപ്പൊ പിന്നെ സാധാരണക്കാർക്ക് മനസ്സിന്റെ സമാധാന സംതൃപ്തിയൊക്കെ കിട്ടാൻ, ഒരു ആത്മീയ നിർവൃതി കിട്ടാൻ, ഓരോ ബുദ്ധിമുട്ടും വിഷമങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഓർക്കൊരു റാഹത്ത് കിട്ടാൻ, ഓരോ മുറാദുകൾ ഹാസിലായി കിട്ടാൻ പിന്നെ എന്താ കാട്ടുക? അതിന് മൗലവിമാർ പറഞ്ഞു കൊടുത്തു, നബിക്കുള്ള മൗലീദ് വീട്ടിലും മോദേണ്ടതാം, അതിനാൽ മുസീബത്തൊക്കെയും നീങ്ങുന്നതാ, കള്ളന്റെ ശല്യം തന്നെയും ഒതുങ്ങുന്നതാ, ദാരിദ്ര്യവും നീങ്ങുന്നതായി കാണുന്നതാ, ഉറക്കും ഭാവം ഒക്കെയും കാക്കുന്നതാ, കണ്ണേറ് ഹസതും കാക്കുവാൻ ഉതകുന്നതാ. കൂട്ടരങ്ങള് റസൂലുള്ളാഹിന്റെ പേരിൽ മൗലിദ് ചൊല്ലിക്കോളി. പിന്നീട് ആ മൗലിദ കേട്ട് തുടങ്ങി പിന്നീട് ബദരീങ്ങളുടെ പേരിൽ, ഉഹദീങ്ങളുടെ പേരിൽ, ഹൈബരീങ്ങളുടെ പേരിൽ, ഖല്ലക്കീങ്ങളുടെ പേരിൽ, പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങിയിട്ട് പിന്നീട് റിഫായ് ഷേഖിന്റെ പേരിൽ, മൊയ്തീൻ ഷേഖിന്റെ പേരിൽ, അങ്ങനെ മമ്പ്രങ്ങളുടെ പേരിൽ, അങ്ങനെ തുടങ്ങി അവസാനം ഓരോ നാട്ടിലും കിടക്കുന്ന ലോക്കൽ ഔലിയാക്കന്മാരെ പേരിൽ വരെ, ലോക്കൽ ഊരും പേരും അറിയാത്ത മനുഷ്യന്മാരെ പേരിൽ വരെ മൗലിദ് ഉണ്ടാക്കി. ആലോചിച്ച് നോക്കുകൾ. അപ്പൊ സാധാരണക്കാരായ ആളുകൾക്ക് മഗ്‌രിബ് നിസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ ഓതുന്നതിന് പകരം മൗലിദ് ഓതുക. പിന്നെ ഓൾക്ക് മാസത്തില് ഒരു കുത്തുബിയത്ത്, ആഴ്ചക്ക് ഒരു അദാദ് റാത്തീബ്, അല്ലേ? ഇങ്ങനെയൊക്കെ ആയിരുന്നു ഈ കേരളക്കരയിലെ ആദ്യകാലത്തെ സ്ഥിരം പരിപാടിയെങ്കിൽ ഇന്നതൊക്കെ കുറെ പോയി എന്ന് മുജാഹിദുകളായി നമുക്ക് തോന്നുന്നുണ്ടോ? ഇല്ല. അതൊക്കെ പുതിയ താളമേള കൊഴുപ്പുകളിലൂടെ മ്യൂസിക്കിന്റെ അകമ്പടിയോടുകൂടി സോഷ്യൽ മീഡിയയിൽ
മുസ്ലിയാക്കന്മാർ ഇന്ന് രംഗത്ത് വന്ന് അതിന് പുതിയ രൂപവും ഭാവവും നൽകി അതേ ഖുറാഫാത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വിറ്റഴിക്കുന്നു. പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ. ഒരു സംശയമില്ല. അത് നമ്മൾ തിരിച്ചറിയണം. ഈ സഹോദരി സഹോദരന്മാർ തിരിച്ചറിയണം. നമ്മുടെ കുടുംബത്തിലെ നൂറുകണക്കിന് ആളുകൾ ഈ അന്ധവിശ്വാസത്തിലാണ്. അതുകൊണ്ട് ഇവർ കമ്പിയാക്കളുടെ സ്വാലിഹ്യങ്ങളുടെ ആദർശവുമായി പാരമ്പര്യമായി പുലബന്ധം പോലുമില്ല എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് ഞാൻ ഉദ്ധരിക്കാൻ പോവുകയാണ്. ഈ മൗലിദ് സമ്പ്രദായം, ഈ കീറ കിതാബുകൾ, ഈ 366 വക, ഈ 4446 വക, ഈ കുത്തുബിയത്ത്, ഈ കുത്തുറാത്തീബ്, ഈ റിഫായി റാത്തീബ്, ഈ റിഫായി മൗലിദ്, ഈ മാല മൗലിദുകളും ഈ ചക്കരപ്പാട്ടുകളും ഈ പറഞ്ഞ കൊപ്പരപ്പാട്ടുകളും കുപ്പിപ്പാട്ടുകളും കിളിപ്പാട്ടുകളും ഒക്കെ സഹാബത്തിന്റെ കാലത്തില്ല, താബികളുടെ കാലത്തില്ല, തബഅത്താബികളുടെ കാലത്തില്ല. എന്തിനേറെ അഹ്ലുസുന്നയുടെ അഇമ്മത്തുൽ അർബഅ എന്നറിയപ്പെടുന്ന 4 മദ്ഹബിന്റെ ഇമാമികളുടെ കാലഘട്ടത്തിലും തദൈവ ഇല്ല. ഇല്ല 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 എന്ന് തൊള്ളോണ്ട് വഹാബി എനിക്ക് കയറി പറയാലോ? തെളിവുണ്ടോ? ഉണ്ട്. പള്ളി ദർസിൽ ഓതുന്ന സയ്യിദ് ബക്കരി എന്ന പണ്ഡിതന്റെ ഒരു കിതാബുണ്ട്, ഇആനത്തു ത്വാലിബീൻ. ആ പള്ളി ദർസ് മുസ്ലിയാക്കന്മാർ ഓതുന്ന കിതാബാണ്. ആ ഇആനത്തു ത്വാലിബീനിൽ വ്യക്തമായി ഇത് പറഞ്ഞിട്ടുണ്ട് എന്ന് സഖാവി എന്ന ഷാഫി മദ്ഹബിലെ പണ്ഡിതൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ല, ഖാല സഖാവി, സഖാവി പറയുന്നു, ഇന്ന അമലൽ മൗലിദി ഹദസ ബഅദിൽ ഖുറൂനി സലാസ്. മൗലിദ് എന്ന് പറയുന്ന ഈ സമ്പ്രദായം എന്താ? മൗലിദ് ഗദ്യമായും പദ്യമായും ഗദ്യപദ്യ സമ്മിശ്രമായും മഹാന്മാരുടെ മദ്ഹുകൾ പറയലാണ് മൗലിദ്. അതാണല്ലോ. കേട്ടാ തോന്നും വല്ല ഹദീസിന്റെ അർത്ഥത്തെയാണ്. ഹദീസിന്റെ അർത്ഥം ഖുർആന്റെ നിർവചനമൊന്നല്ല, അത് ഓരുണ്ടാക്കിയ നിർവചനാണ്. ഖുർആൻ ഹദീസിനെ തപ്പിയാ കിട്ടൂല. അപ്പൊ ഈ പരിപാടി ഉത്തമരെന്ന് റസൂലുള്ളാഹി പറഞ്ഞ സഹാബത്ത്, താബിഈങ്ങൾ, തബഅത്താബിഈങ്ങൾ എന്ന 3 നൂറ്റാണ്ട് കഴിഞ്ഞിട്ടാണ്. എന്നാൽ ഇമാമികളുടെ കാലഘട്ടത്തിൽ ഉണ്ടെങ്കിൽ നമുക്ക് അങ്ങനെയെങ്കിലും ന്യായീകരിച്ച് നോക്കായിരുന്നു. ഉണ്ടോ? ഇല്ല. അതിനും ശേഷം വന്നതാണ്. അത് എവിടെയുള്ളത്? അത് മുജാഹിദ് പ്രസ്ഥാനം കോഴിക്കോട് മുജാഹിദ് സെന്ററിന് പുറത്തിറക്കി ഈ ബുക്കിലുണ്ട് എന്ന് പറഞ്ഞാൽ അത് തോട്ടിക്കാൻ ഇട്ടാളാന്ന് പറയും. ശരിയാണ്. സുന്നിയൊക്കെ കേൾക്കേണ്ട ആവശ്യമില്ല. എന്നാ അതിന് ഞാൻ തെളിവ് ധരിക്കാൻ പോകുന്നത് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വായിൽ എന്നറിയപ്പെടുന്ന കൊല്ലത്തെ ചോനകപ്പുറം എന്ന് പറയുന്ന പ്രദേശത്ത് 20 ചില്ലാനം വർഷം ദർസ് നടത്തിയ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാർ, അദ്ദേഹം എഴുതിയ ഒരു കിതാബുണ്ട്. പള്ളി ദർസിലെ മുസ്ലിയാർ കുട്ടികൾ റമദാനിൽ വ്യാപകമായി വയല് പറഞ്ഞ് കാശുണ്ടാക്കുന്ന കിതാബാണ് എന്ത്? ബൈത്ത് കിതാബ്. ആ തഴവ കുഞ്ഞു മുഹമ്മദ് മുസ്ലിയാരുടെ അൽ മവാഹിബുൽ ജലിയ എന്ന് പറയുന്ന ബൈത്ത് കിതാബിൽ പറയുന്നു എന്ത്? മൗലിദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. മൗലിദ് കഴിക്കുക എന്ന സമ്പ്രദായം 3 നൂറ്റാണ്ടിന് ശേഷം വന്നതാണ്. അത് സീറത്തുൽ ഹൽവിയ എന്ന ഗ്രന്ഥത്തിൽ ഇമാം സഖാവി പറഞ്ഞിട്ടുണ്ട്. അതാണ് ഞാൻ ആദ്യം ഇതിന് തൊട്ട് മുമ്പ് തിരിച്ച ഇബാറത്ത്. കാല സഖാവി അല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞ ഒന്നും കളവല്ലാന്ന് എന്റെ ശബ്ദം കേൾക്കുന്ന സമസ്തക്കാരെ, താത്തമാരെ, ഉമ്മമാരെ, സഹോദരികളെ, ജ്യേഷ്ഠ കാന്മന്മാരെ, മുസ്ലിയാക്കന്മാരുടെ കാൽച്ചുവട്ടിൽ കൊണ്ടുപോയി തലമണയം വെച്ച് ഇതൊക്കെ വലിയ പുണ്യമുള്ളതാണെന്ന് വിശ്വസിക്കുന്നവരെ നിങ്ങൾ ചിന്തിച്ചോളൂ. ഇനി ഇത് കൊണ്ടുവന്നത് ആരാ? 4 മദ്ഹബിന് ഇമാമിങ്ങൾ വേണ്ട. ഇമാമിങ്ങളുടെ ശിഷ്യന്മാരോ ആ കാലഘട്ടത്തിൽ ജീവിച്ച നല്ല സ്വാത്വികന്മാരോ ആണെങ്കിൽ നമുക്ക് ചോദിക്കാം, മൂല്യന്മാർക്ക് ചോദിക്കാം, ഓലൊക്കെ വിദേഹത്തുകാരാണോ മുശ്രിക്കുകളാണോ? ഓലുമല്ല. ധാരവിനെ കൊണ്ടുവന്നത് അതുപോലെ തന്നെ അഹദസഹൂമിനൽ മുലൂക്കിൽ മലിക്കുൽ മുദഫർ അബൂ സഈദ് സാഹിബ് ഹിർബൽ വഅല്ലഫ ലഹു ഹാഫിള് ഇബ്നു ദഹിയാൻ തഅലീഫൻ സമ്മാഉ തൻവീറു ഫീ മൗലിദിൽ ബശർ. വ്യക്തമായ കിതാബിൽ, പള്ളി ദർസിലെ കിതാബിലുള്ള ഇത് മലിക്കുൽ മുദഫർ എന്ന രാജാവിന്റെ കാലത്ത് ഹാഫിള് ഇബ്നു ദഹിയാൻ എന്ന ഒരു കള്ള സൂഫി, ആ സൂഫിനെ വിളിച്ചു വരുത്തി അദ്ദേഹത്തോട് റസൂലുള്ളാഹിന്റെ പേരിൽ കുറെ കെട്ടുകഥകൾ ഉണ്ടാക്കാൻ, കള്ളക്കഥകൾ ഉണ്ടാക്കി പാടാൻ വേണ്ടി പറഞ്ഞു. അങ്ങനെയാണ് ഇത് തുടക്കം കുറിച്ചത്. അപ്പൊ ഈ മൗലിദ് കിതാബിന്റെ പാരമ്പര്യം ഇമാമിങ്ങളിലില്ല, ഇമാമികളുടെ ശിഷ്യന്മാരിലില്ല, തബഅത്താബികളോ താബിഈങ്ങളിലോ സ്വഹാബത്തിലോ ഇല്ല. അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്ന
നമ്മുടെ ലോകത്തിലെ നേതാവിൽ പോലുമില്ല. പിന്നെ എന്ത് സുന്നത്തമായത്താ മൂല്യന്മാരെ നിങ്ങൾ പറയണത്? നിങ്ങൾ കാസർഗോഡ് കുനിയിൽ പോയിട്ട് കുനിഞ്ഞിട്ട് കാര്യമുണ്ടോ? നിങ്ങൾ ചട്ടിച്ചാലിന് തിരുവനന്തപുരമേ നീർന്ന് നടന്നിട്ട് കാര്യമുണ്ടോ? തെക്കുന്ന് വടക്കിട്ടും വടക്കുന്ന് തെക്കോട്ടും രണ്ടു കൂട്ടർ യാത്ര ചെയ്തിട്ടും കാര്യമില്ല. ഇത് അഹ്ലുസ് സുന്നയുടെ പാരമ്പര്യമല്ല. അപ്പോഴും ചില ആൾക്കാർ പറയും, ആ ഇബാദത്ത് വഹാബി എന്റെ തൊള്ളോണ്ട് നീ വായിച്ചാ പോരാ, ഞങ്ങൾക്ക് അതിനും രേഖ വേണം. അപ്പോഴും നമുക്ക് ഈ പാട്ടൊന്ന് പാടുക. ഇതേ മവാഹിബുൽ സലിയ എന്ന ബൈത്ത് കിതാബിൽ ഈ ദക്ഷിണ കേരള വായിലായ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ ഇത് 3 നൂറ്റാണ്ടിന് ശേഷം ഉണ്ടായ കാര്യമാണ് എന്ന് പറഞ്ഞ് അദ്ദേഹം തന്നെ പറയുന്നു, മലിക്കുൽ മുനഫർ ധീരനായ ഒരു രാജനാം, ഹിർബുൽ ഭരിച്ചവനാണ് വൻധർമ്മിഷ്ഠന, മൗലിദ് കഴിക്കുന്ന അന്ന് ആടയ്യായിരം, പൊരിക്കുന്നതാണ് കോഴിയും 10,000. ഉലമാക്കൾ അനവധി ഹാജറുണ്ടതിലന്ന്, കൂടാതെ സൂഫികൾ വന്ന് ചേർമേ അതിൽ വന്ന്, ചുരുക്കി പറഞ്ഞാൽ 3 ലക്ഷം പൊന്ന പ്രതിവർഷവും മൗലിദ് കഴിക്കാനെന്ന. മൗലിദ് കഴിക്കാൻ വേണ്ടി ഈ കള്ളക്കഥ ഉദ്ധരിച്ച് ഉണ്ടാക്കുന്ന പരിപാടിക്ക് 3 ലക്ഷം സ്വർണ്ണ നാണയം മുസഫർ രാജാവ് സമ്മാനമായി കൊടുത്തു. പിന്നെ ആട് 5000 കോഴി 10,000 എന്നാ നമ്മൾ ആൾക്കാർ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. ആട് 5000 അല്ല, അട 5000 ആണ്. കോഴി 10,000 ആണ്. ആട് 5000 അല്ല, അട 5000 ആണ്. ചില ആളുകൾ വിചാരം എന്താ വെച്ചാല് ആട് എന്ന് പറയുമ്പോ അടാന്നാണ്. ആടല്ല, അട മധുരം, അത് ചീർന്നി, അത് ഈ മൗലിദിന്റെ സദസ്സിന് പ്രിയപ്പെട്ട ഒരു വസ്തുവാണ്, വിശിഷ്ട ഭക്ഷണമാണ്. വഹാബിയായി നമുക്ക് തിരിയില്ല, മൂല്യമാർക്ക് ഭക്ഷണം ഉണ്ടാക്കുന്നവർക്കും തിരിയും. കാരണം എന്താ, ചീരില്ലാത്തൊരു പരിപാടി മൂല്യമാർക്കില്ല. അല്ല, മൗലിദ് കഴിക്കുക, റാത്തീബ് കഴിക്കുക, കുത്തുബിയത്ത് കഴിക്കുക, ഒക്കെ കഴിക്കലാണ്. അപ്പൊ വയറുമായി ബന്ധപ്പെട്ടതാണ് ഇത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെ അട 5000-ഉം കോഴി 10,000-ഉം പൊതിച്ചുകൊണ്ട് ഗംഭീരമായ മൗലിദ് കൊണ്ടാടും. ആര്? ഷാഫി ഇമാം എന്നല്ല, അബൂ ഹനീഫത്തുൽ കൂഫി റഹ്മത്തുള്ളാഹി എന്നല്ല, സഹാബത്തും താബീങ്ങളും മാലിക് റഹ്മത്തുള്ളാഹി അലൈഹിയും അതുപോലെ ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹിയും അല്ല. പിന്നെ ആര്? ഈജിപ്ത് ഭരിച്ച ഷിയാക്കളുടെ പാരമ്പര്യമുള്ള മുസഫർ രാജാവ് മൂപ്പര് ചെയ്തതാണോ സഹോദരങ്ങളെ നമുക്ക് ദീനിന് തെളിവ്? നിങ്ങൾ പറഞ്ഞത് ഖുർആനിലേക്ക് സുന്നത്തിലേക്ക് മുജാഹിദുകൾ നയിച്ചപ്പോ അവരിത് അള്ളാഹു റസൂലിനെ സാധാരണക്കാരനാക്കി, ദിക്റിനെ എതിർത്തു, ദുആനെ എതിർത്തു, ഔലിയാക്കളെ കളിയാക്കി, കറാമത്തിനെ കുറ്റം പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ജനങ്ങളുടെ മുമ്പിൽ മുതലക്കണ്ണീർ ഒഴിക്കി മൂല്യന്മാര് അതിന്റെ അടിയിൽ കൂടെ ഈ കരിഞ്ചന്ത ചെലവാക്കുക. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ നിങ്ങൾ കേൾക്കണം, നിങ്ങൾ അറിയണം, നിങ്ങൾ ചിന്തിക്കണം, പഠിക്കണം. ഈ മൗലിദ് കിതാബ് അഹ്ലുസ് സുന്ന വൽ ജമാഅയുമായി ഒരു പുലബന്ധം പോലുമില്ല. എന്നാൽ ഇത് സാധാരണക്കാർ വിചാരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ 23 കൊല്ലം ഇത് ചൊല്ലി വഫാത്താകുന്ന സമയത്ത് സിദ്ദീഖ് എന്നവർക്ക് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഏറ്റെടുത്തോളെന്ന് പറഞ്ഞു. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കച്ചത്തിൽ വെച്ചു 2.5 കൊല്ലം ചൊല്ലി. പിന്നെ കഴിഞ്ഞ് വഫാത്താകുന്നതിന് മുമ്പ് ഉമർ ഖത്താബ് തങ്ങൾക്ക് കൊടുത്തു. ഉമർ ഖത്താബ് തങ്ങളുടെ കക്ഷത്തിൽ വെച്ചു 10 കൊല്ലം ചൊല്ലി. പിന്നീട് അത് വഫാത്തിന്റെ തൊട്ട് മുമ്പ് ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊടുത്തു. ഉസ്മാൻ റളിയല്ലാഹു അൻഹു 13.5 കൊല്ലം ചൊല്ലി. പിന്നീട് അത് വഫാത്താകുന്നതിന് മുമ്പ് അലിയാർ തങ്ങൾക്ക് കൊടുത്ത് അലിയാർ തങ്ങൾ അത് 5 കൊല്ലം ചൊല്ലി. ഇങ്ങനെ സാധാരണക്കാർ വിചാരിച്ചത്. പിന്നെ അത് മാലിക് ദീനാർ കൂട്ടർ വന്നപ്പോ കേരളത്തിലേക്ക് കൊണ്ടുവന്ന മുതലാണ്. അല്ല, സൈനുദ്ദീൻ മഖ്ദൂം എന്ന ഒന്നാമനാകട്ടെ രണ്ടാമനാകട്ടെ ആ മഹാന്മാര് പോലും അറിയില്ല. ഓലെ പേരിൽ കള്ള അഡ്രസ് വെച്ച് കാച്ചി അടിച്ചതാ മൂല്യന്മാര്. ഷറഫലാന മൗലിദ്, മങ്കൂസ് മൗലിദ്, സുബ്ഹാന മൗലിദ്, അഷ്റഖ ബൈത്തുകൾ, ജാന മുഹമ്മദ് മൗലിദ്, ഫാത്തിമ മൗലിദ്, ഖദീജത്തുൽ കുബ്ര മൗലിദ്, അല്ലേ, ബർസഞ്ചി മൗലിദ്. എത്ര മൗലിദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ, സഹാബത്തിന്റെ പേരിൽ, ഔലിയാക്കന്മാരുടെ പേരിൽ. ഇതിനെവിടെ പാരമ്പര്യം? ഈ മൗലിദ് പള്ളിക്കുള്ളിലും മജ്ലിസുൽ നൂറിന്റെ സെന്ററുകളിലും അതുപോലെ തന്നെ മൈതാനങ്ങളിലും വീട് കൂടിയിരിക്കുമ്പോഴും അതുപോലെ തന്നെ സഹോദരങ്ങളെ കച്ചവടം തുടങ്ങുമ്പോഴൊക്കെ മൂല്യമാരെ കൊണ്ടുവന്നിട്ട് വെള്ള തലയിണക്ക് മുകളിൽ വെള്ള തുണി വിരിക്കും, ഉരുവാനും കുന്തിരിക്കും, പുകപ്പിക്കും. എന്നിട്ട് ആദരവോടുകൂടി നിവർത്തി വെച്ച് ചൊല്ലണ മുതലെന്താ നിങ്ങള്? സൂറത്ത് ഫാത്തിഹയിൽ അള്ളാഹിനോട് നമ്മൾ പറഞ്ഞ കരാറിന് നേരെ എതിരാ. ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ,
നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുകയും നിന്നോട് മാത്രം ഞങ്ങൾ സഹായം തേടുകയും ചെയ്യുന്നു അല്ലാ എന്ന് പറഞ്ഞ ആ അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട സഹായത്തേട്ടം പച്ചയായി മൺമറഞ്ഞു പോയ അമ്പിയാക്കൾക്ക് ഔലിയാക്കൾ കൊടുക്കുന്ന വരികൾ ധാരാളം മൗലിക കിതാബ് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ് സാമ്പിൾ മാത്രം ഇവിടെ പറഞ്ഞു പോവുകയാണ്. കാരണം ഒരു കമ്പനിയുടെ മരുന്ന് വിൽപ്പനയുടെ ആളുകൾ അതിന്റെ റപ്പുമാര് എല്ലാ മരുന്നും കൂടെ കൊണ്ടുപോകില്ല, സാമ്പിൾ മാത്രം കൊടുത്തിട്ട് അത് മാർക്കറ്റിൽ ക്ലിക്ക് ആകുകയാണെങ്കിൽ ഒന്നായിട്ട് കൊണ്ടു കിട്ടും. ഇതേപോലെ ഞങ്ങൾ ഇൻഷാ അല്ലാഹ് സാമ്പിൾ മാത്രം പറയണം. ഈ പറയുന്നതിന് സുന്നത്ത് ജമാഅത്തിന്റെ പാരമ്പര്യത്തിൽ മുസ്ലിയാക്കന്മാർക്ക് തെളിവുണ്ടെങ്കിൽ നിങ്ങൾ നാളെ ഈ അങ്ങാടിയിൽ നിന്ന് മറുപടി പറയണം. ഞങ്ങൾക്ക് നമ്മൾ പറയാനുള്ളതാണ്. അങ്ങനെ മറുപടി പറഞ്ഞാൽ അള്ളാഹ് തൗഫീഖ് ചെയ്ത ഞാനും അതേപോലെ റഹ്മാൻ ഉസ്താദും ഇവിടെ ഞങ്ങൾ വീണ്ടും അതിന് മറുപടിയായി ജനങ്ങളുടെ മുമ്പിൽ വരും. അങ്ങനെ 4-5 പൂട്ട് ആണ് പൂട്ടിയാൽ ഉടയാത്ത കട്ട ഉടയും. അപ്പൊ അവിടെ വിത്തിറക്കിയാൽ കതിര് മുളക്കും. അങ്ങനെ ഇസ്ലാം പ്രസ്ഥാനം പള്ളികളും മദ്രസകളും ആൾക്കൂട്ടങ്ങളുമായി മാറിയത്. അത് ഇടക്കാലത്ത് വെച്ച് ഇപ്പൊ സ്തംഭിച്ചു പോയി. ഇതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാൽ 12 കൊല്ലം ഇസ്ലാമിക പ്രസ്ഥാനത്തിൽ നിന്ന് പുറത്താക്കിയ ഒരു വിഭാഗം ഇവിടെ പ്രവർത്തിച്ചു. അതാണ് വിസ്ഡം ഗ്ലോബൽ മിഷൻ എന്നറിയപ്പെടുന്ന ഹുസൈൻ സലഫിയുടെ, പി അബ്ദുൽ ലത്തീഫ് മദനിയുടെ, ഫൈസൽ മുസ്ലിയാരുടെ, മുജാഹിദ് ബാലുശ്ശേരിയുടെ ഒക്കെ പാർട്ടി. അങ്ങനെ ആ പാർട്ടിയെ ഞാൻ ചൂണ്ടുമ്പോ 3 പേരിൽ ഇന്ന നെഞ്ചെത്തിക്കുക. കാരണം എന്താ, മാതൃപ്രസ്ഥാനത്തിൽ നിന്ന് ഈ ഫിത്തന മനസ്സിലാക്കാതെ അവരെ കൂടെ 12 കൊല്ലം പോയ ആളാണ് ഞാനിപ്പോ കേരളത്തിൽ വിചാരിക്കുന്ന മാതൃപ്രസ്ഥാനത്തിലേക്ക് മടങ്ങിയിട്ട് 3 മാസമായിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്. അവര് അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ഈ ഇസ്തിഗാസയെ വെള്ളം ചേർത്തു എന്ന് മാത്രമല്ല, ഹയ്യും ഹാദിറും ഖാദിറുമായ ശൈത്താനോട് അവന്റെ കൈവിൽപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചാൽ അത് ശിർക്കാകൂല, അത് ഹറാമേ ആകുള്ളൂ എന്നാ ഒരു വാദം. വസീലത്ത് ഷിർക്ക്, അതൊരു വാദമുണ്ട്. വസീലത്ത് ഷിർക്കാനായ ഒരു വാദം എന്താ, ഷിർക്കിലേക്കുള്ള വഴിയെന്നാ. അപ്പൊ ഷിർക്കല്ലല്ലോ, ഷിർക്കിലേക്കുള്ള വഴിയാണ്. അപ്പൊ ഷിർക്കല്ല എന്നാണ് അവരുടെ വാദം. ആരോട്? മഹാത്മാക്കളോട് തേടൽ ഷിർക്കല്ല എന്നല്ല, മറിച്ച് കാഷ്ടത്തിലും മൂത്രത്തിലും വേശ്യാലയത്തിലും സിനിമാ തിയേറ്ററിലും നമ്മളെ പെരീത്ത ബാത്റൂമിലൊക്കെ ഒരു മാനേഴ്സും ഇല്ലാതെ കടന്നു വരുന്ന അള്ളാഹ് എറിഞ്ഞാട്ടിയ ഷൈത്താൻ, ആ ഷൈത്താനോടുള്ള ഇസ്തിയാനത്തിൽ ശിർക്കല്ലാത്തതുണ്ട് എന്നതിന് കോടിച്ചന സംവാദത്തിൽ സൂറത്തുൽ അൻആമിലെ 128-ാമത്തെ ആയത്ത് ഓതുകയും ഇബ്നു അബ്ബാസ് പേരിലും തഫ്സീർ ഖുർത്തുബിയുടെ പേരിലും ഈ ആയത്തിന്റെ അർത്ഥത്തിലും പച്ചക്ക് ദുർവ്യാഖ്യാനം ചെയ്ത വിശ്വത്തിന്റെ സൈദ്ധാന്തികൻ ആണ് ഫൈസൽ മുസ്ലിയാർ. ആ പ്രസ്ഥാനത്തിന്റെ കൂടെയായിരുന്നു ഞാനുണ്ടായത്. അള്ളാഹു തആല ആ നിഗൂഢതയിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തി. അതിന്റെ പുറമെ ഉസ്ലായി കേരളം ഇവിടെ കടന്നു വരുന്ന കാലത്ത് ജിന്ന് പിശാചുക്കളും ഏത്തുകയറി കൂക്കുമ്പിടിക്കലും ഉറുക്കുമേലസും കെട്ടലും പിഞ്ഞാണത്തിലെഴുതലും വള്ളമോതികൾ കുടിക്കലും അത് അടിച്ചിറക്കാനുള്ള ചികിത്സന്മാരുണ്ടാക്കലും സെന്റർ ഉണ്ടാക്കലായിരുന്നു. 100 കൊല്ലത്തെ ഇസ്ലാം പ്രസ്ഥാനത്തിന്റെ ശക്തമായ ദഅവത്ത് കൊണ്ട് ആ ഖുറാഫാത്താകുന്ന ഇരുട്ട് ഇസ്ലാം പ്രസ്ഥാനത്തിൽ വെളിച്ചുകൊണ്ട് ഇവിടുന്ന് നീങ്ങിപ്പോയി. പക്ഷെ 2012 മുതൽ അതിനകത്ത് ജിന്ന് ചികിത്സാ കേന്ദ്രങ്ങൾ ഉണ്ടാക്കി, ജിന്ന് ചികിത്സകന്മാരുണ്ടാക്കി, അടിച്ചിറക്കലും ചവിട്ടിയിറക്കലും ചങ്ങല ചികിത്സകളും പിഞ്ഞാണത്തിലെഴുതലും ഖുർആനോതി വെള്ളം കൊടുക്കലും ഒക്കെ ഉണ്ടായി. അല്ല, അനസ്മോലിയും കായക്കൊടിയൊക്കെ പ്രസംഗിച്ചു പോയാൽ വളരെ എളുപ്പത്തിൽ അവർക്കൊന്ന് പറയാം, ഓൽക്കെന്തും പറയാം. ഞാൻ ആ ജിന്ന് ചികിത്സകനായ 12 കൊല്ലം വിശ്വത്തിന്റെ കൂടെ നടന്ന ആളാണ്. അവർ ഞങ്ങൾക്ക് പഠിപ്പിച്ചെന്ന എല്ലാ സിദ്ധാന്തങ്ങളും അതിനുവേണ്ടി ദായിമീറ്റ് ഉണ്ടാക്കി, അതിനുവേണ്ടി നോട്ട്സ് തന്നു, അതിനുവേണ്ടി ഞങ്ങൾ പ്രൊമോട്ട് ചെയ്തു. ചികിത്സകന്മാരായ 5-8 ആളുകളെ വിശ്വത്തിന് ഉള്ളിലുണ്ടാക്കി. ജിന്ന് ചികിത്സ കേന്ദ്രം എന്ന രൂപത്തിൽ പല വീടുകളും സെന്ററുകളും തുറന്നു തന്നു. അവസാനം സാഹചര്യങ്ങാടി എന്ന എനിക്ക്, ഞാൻ താമസിക്കുന്ന കൂരിയാട്, വിശ്വത്തിന് അനുവദിച്ച ഫണ്ട് കൊണ്ട് ജിന്ന് ചികിത്സാ കേന്ദ്രത്തിന് വേണ്ടി പള്ളിയിൽ നിസ്കരിക്കുന്ന ക്ലാസും ഖുർആൻ ക്ലാസ് ഒക്കെ ഉണ്ട്. അതിന്റെ പുറമെ റൂമിൽ ജിന്ന് ചികിത്സ അടിച്ചിറക്കൽ കേന്ദ്രത്തിന് പള്ളി നിർമ്മിച്ച ആൾക്കാരാണ് വിശ്വംകാർ. വല്ലാഹി ആധികാരികമായിട്ടാണ് ഈ വേദിയിൽ ഞാൻ പറയുന്നത്. ഞാൻ പറയാമെന്ന് വിചാരിച്ചതല്ല. പക്ഷെ സഹോദരങ്ങളെ, ഞാൻ ആ നിഗൂഢതയിൽ രക്ഷപ്പെട്ടു. ഇനി മാതൃപ്രസ്ഥാനത്തിൽ ഈ ഖുറാഫാത്തുകളും ഈ വ്യതിചലിച്ച വിശ്വാസങ്ങളൊന്നും ഇല്ലാതെ കൃത്യമായി തൗഹീദിന് സുന്നത്തിന് വേണ്ടി പറയാൻ അള്ളാഹ് എനിക്ക് തൗഫീഖ് തന്നു. മാത്രമല്ല, കേരള ജംഇയ്യത്തുൽ എന്ന പണ്ഡിത സഭ, ആ സഭ എടുത്ത തീരുമാനമാണ് ഈ മേഖലയിൽ ഏറ്റവും മിയായി 100% നല്ലത് എന്ന് എനിക്ക് ബോധ്യപ്പെട്ടപ്പോഴാണ് ഞാൻ മടങ്ങിയത്. അനവധി ആളുകൾ ഇന്നും അതിലുണ്ട്.
അനവധി സാധാരണക്കാർ അവരുടെ രൂപഭാവങ്ങളിൽ അവരുടെ പീസ് റേഡിയോ പോലെയുള്ള വലിയ സംരംഭമാണെന്ന് വിചാരിച്ച് പെട്ടുപോയിട്ടുണ്ട്. അള്ളാഹു അതിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈ മാതൃപ്രസ്ഥാനത്തിലേക്ക് വരാൻ എല്ലാവർക്കും അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഞാൻ ആരോട് ദേഷ്യം കൊണ്ട് പറഞ്ഞല്ല. ഞാൻ പറഞ്ഞു വന്നത് ഈ ക്രിസ്തൈൻ എന്ന അള്ളക്ക് മാത്രം നൽകണമെന്ന് പറയുന്ന ഈ സഹായത്തേട്ടം അങ്ങനെ തന്നെ തകിടം മറിക്കുന്ന വരികളാണ് മൗലിദ് കിതാബിലുള്ളത്. കേട്ടോളൂ ഏതാനും ചില സാമ്പിള്. അന്ത ഗഫാറുൽ ഖതായ ലിദ്ദുനൂബിൽ മൂബിഖാതി അന്ത സത്താറുൽ മസാവി വമൂഖിലുൽ ആസാറാതി. മൗലിദുകാരൻ മുസ്ലിയാക്കന്മാര് പാടുകയാണ്. സാധാരണക്കാരായ പാപങ്ങൾക്ക് അർത്ഥറിയില്ല. അൻത ഗഫാറുൽ ഖതായ, പാപങ്ങൾ അതിയായി പൊറുക്കുന്ന ഗഫാർ നബിയെ നിങ്ങളാണ്. അൻത സത്താറുൽ മസാവി, എന്റെ എല്ലാ തിന്മകളും മൂടി വെക്കുന്ന നബിയെ നിങ്ങളാണ്. നോക്ക് നിങ്ങൾ. അതേപോലെ തന്നെ അൻത സത്താറുൽ മസാവി വമുഖിലുൽ അസറാതി, എന്റെ പാപങ്ങളെ മാപ്പാക്കുന്നത് നിങ്ങളാണ്. പാപങ്ങൾ പൊറുക്കുന്നവൻ അള്ളയല്ലേ. ഖുർആനിൽ അള്ളാഹ് ചോദിക്കാൻ, നിങ്ങളെ പാപങ്ങൾക്ക് അള്ളല്ലാതെ ആരാണോ പുറത്തു തരുന്നത്? നമുക്ക് പറയാനുള്ള മറുപടി എന്താ? അഖില സുന്നക്ക് പറയാനുള്ള മറുപടി എന്താ? അള്ളാഹ് നീ മാത്രമാണ്. എന്നാ മുസ്ലിയാക്കന്മാർ പറയുന്നതോ റസൂലെ നിങ്ങളാണ്. സിത്തീർ അല്ലെങ്കിൽ സത്താർ എന്ന് പറഞ്ഞ സിഫത്ത് ആരാ? മൻ സത്തറ മുസ്ലിമൻ സത്തറഹുല്ലാഹു യൗമൽ ഖിയാമ. ഒരു മുസ്ലിം ചെയ്യുന്ന പാപം, ആ തെറ്റ് തൗബ ചെയ്ത് മടങ്ങിയാൽ അള്ളാഹു തആല ഖിയാമത്ത് നാളെ മറച്ചു വെക്കും. ഓനെ മാനം കെടുത്തൂല. ആ സത്താർ എന്ന സിഫത്ത് റസൂലുള്ളാഹിക്ക് കൊടുത്തു. ആലോചിക്കുക അല്ലേ? ഇതേപോലെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇനി നമുക്ക് കാണാൻ കഴിയും. എന്താ പറയുന്നത്? യമൻ തമാദാ വജ്തറം തുബതരി ഫർജുൽ കിറാം വലതുബിഹി മൻഹൽ ഹറം വനൂറു അമൽ ബിലാദ്. തെറ്റുകുറ്റങ്ങളിൽ ഉറച്ചു നിൽക്കുന്നവനെ, അബദ്ധം പറ്റിപ്പോയവനെ കുറ്റം സമ്മതിച്ചുകൊണ്ട് നീ റസൂലിലേക്ക് ഖേദിച്ചു മടങ്ങിക്കോ. അള്ളാഹു റസൂലിന്റെ പ്രകാശം ലോകമാകെ പരന്നിട്ടുണ്ട്. ഖദ് ഫഖതും ബിൽ ഖൽഖ ബിഹുസ്നിൽ ഖുൽഖി ഫജീഉൽ മിസ്കീന ഖബല അൽ ഹറകി. പാപിയായ ഞാൻ നബിയെ, എന്റെ ഖേദത്തിന്റെ കൈപ്പത്തി നിങ്ങളിലേക്ക് നീട്ടിയിരിക്കുന്നു. ഞാനിതാ തെറ്റുകുറ്റങ്ങൾ വന്നുകൊണ്ട് ആഴക്കടലാകുന്ന നരകത്തിലേക്ക് മുങ്ങിത്താകുകയാണ് നബിയെ, എന്നെ കൈപിടിക്കണേ റസൂലേ. പച്ചക്ക് അള്ളാഹിനോട് ധരിക്കേണ്ട കാര്യം റസൂലുള്ളാഹി ദുആ ചെയ്യാണ്. സൂറത്ത് ജിന്ന് 20-ാമത്തെ ആയത്ത്, 72-ാമത്തെ സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത്. അല്ലാഹു തആല പറഞ്ഞ എന്താ? പറഞ്ഞു കൊടുക്കൂ റസൂലേ, ഇന്നമാ ദുആ റബ്ബി, ഞാൻ എൻ്റെ അള്ളാഹിനോട് മാത്രമേ ദ്വാരക്കുള്ളൂ. വലാ ഉശ്രികു ബി അഹദാ, ഒരാളെ ഞാൻ അതിൽ പങ്കു ചേർക്കൂല. അല്ലാഹു തആല അള്ളാഹിന്റെ റസൂലിനോട് സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഖുർആനിൽ ലോകത്തോട് പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെട്ടാണ്. ഈ ഖുർആന്റെ അഹ്ലുകാര്, ഈ റസൂലിന്റെ അഹ്ലുകാര്, ഈ ഔലിയാക്കൾ അഹ്ലുകാര് എന്ന് പറയുന്ന മുസ്ലിയാക്കന്മാരോടോ, ആ മുസ്ലിയാക്കന്മാർ അള്ളാഹിന്റെ റസൂലിനെ വിളിച്ച് ദ്വാരക്കുകയാണ്. നാലിച്ചോക്കങ്ങൾ അല്ലേ? കോപത്തിനും ശാപത്തിനും വരെ ആളുകളുടെ മാർഗത്തിലല്ല റബ്ബേ ഞങ്ങൾ വഴി നടത്തേണ്ടത്, മറിച്ച് ഈദിന സിറാത്തുൽ മുസ്തഖീം സിറാത്തുൽ ലദീന അൻഅംത അലൈഹിം, നീ അനുഗ്രഹിച്ചവന്റെ മാർഗത്തിലാണ്. ഈ ശാപകോപങ്ങൾക്കിരയായ ആളുകളുടെ സ്വഭാവമാണ് ഇത് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകുന്നതിന് മുമ്പ് മഹദി ആയിഷ റളിയല്ലാഹുവിന്റെ മടിത്തട്ടിൽ തലവെച്ചുകൊണ്ട് ലോകത്തോട് പറഞ്ഞു, ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറാ, ജൂതക്രിസ്ത്യാനികൾ മേൽ അല്ലാഹുവിന്റെ ശാപം ഉണ്ടാകട്ടെ. എന്താ കാരണം? അതിന് പല കാരണങ്ങൾ പറഞ്ഞു. അവർ ഖബർ കെട്ടിപ്പൊക്കി അവരുടെ മഹാത്മാക്കളെ ആരാധിച്ചു, പ്രവാചകന്മാരെ ആരാധിച്ചു. രണ്ടാമത്തെ ഒരു കാരണം പറഞ്ഞാൽ എന്താണോ? മദ്ഹ് പറഞ്ഞ് അതിന് വിട്ടുപോയി. ഇയ്യാക്കുമൽ ഉലുവ, റസൂലുള്ളാഹി പറഞ്ഞു നിങ്ങൾ അതിന് കഴിയുന്നതിനെ സൂക്ഷിക്കണം. മദ്ഹ് പറഞ്ഞ് അതിന് കവിഞ്ഞു പോകരുത്, അതിനെ സൂക്ഷിക്കണം. കാരണം ഫഇന്നൽ ഉലുവ അഹ്ലക മൻ കാന ഖബലക്കും, നിങ്ങൾക്ക് മുമ്പുള്ള ജൂതക്രിസ്ത്യാനികൾ പഴച്ചു പോയത് മഹാത്മാക്കളെയും റസൂലിനെയും അവരുടെ പ്രവാചകന്മാരെയും അതിന് വിട്ട് മദ്ഹ് പറഞ്ഞത് കൊണ്ടാണ്. അതിന് വിട്ട് പറയാൻ പറ്റുമോ? പറ്റൂല.
അവർ പറഞ്ഞു അതിന് വിട്ട മഹത്വം എന്താ? ഖുർആൻ പറഞ്ഞു വഖാലത്തിൽ യഹൂദു ഉസൈർ ഇബ്നുല്ലാഹ് വഖാലത്തിൻ നസാറ അൽ മസീഹ് ഇബ്നുല്ലാഹ്. ക്രിസ്ത്യാനികൾ പറഞ്ഞു ഉസൈർ അള്ളാഹിന്റെ മോനാണ്, ക്രിസ്ത്യാനികൾ പറഞ്ഞു ഈസാ നബി അള്ളാഹിന്റെ മോനാണ്. അള്ളാഹ് പറഞ്ഞ വാക്കെന്തായാലും ദാലിക ഖൗലുഹും ബിഅഫ്വാഹിഹിം, അത് അവരെ തൊള്ളോണ്ട് അവർ വെറുതെ പറയുന്ന ചപ്പളാച്ചി മാത്രമാണ്. ഒരു തെളിവുമില്ല, ബൈബിളിലുമില്ല, ഇഞ്ചിയിലുമില്ല, സബൂറിലുമില്ല, ദാവൂദിലുമില്ല. 10 കമാൻഡ്മെന്റ്സ് എന്ന് പറയുന്ന മൂസാ നബിയുടെ 10 ഉപദേശങ്ങളിലുമില്ല, ഒരു ഗ്രന്ഥത്തിലുമില്ല, ഖുർആനിലുമില്ല. അതുകൊണ്ട് യുദാഇഫൂന ഖൗലൽ ലദീന കഫറൂ മിൻ ഖബൽ, അവർക്ക് മുമ്പ് പിഴച്ചുപോയ ആളുകളോട് ആ വാദം സാമ്യപ്പെട്ടു എന്നതല്ലാതെ ഒരു തെളിവുമില്ല. അള്ളാഹ് അവസാനിപ്പിക്കണം എങ്ങനെയാലോ, അള്ളാഹ് അവരെ ശപിക്കട്ടെ. അന്നാ യൂഫകൂൻ, അവരെങ്ങനെയാണ് വഴിതെറ്റിപ്പോയത്. സുബ്ഹാനക യാ അലീം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ലാ തത്റൂനി കമാ അത്റത്തിൻ നസാറ ഈസ ഇബ്നു മറിയം, മറിയമിന്റെ പുത്രൻ ഈസാ നബിയെ ക്രിസ്ത്യാനികൾ അതിരുവിട്ട് പ്രശംസിച്ച് വഴിതെറ്റിയ പോലെ നിങ്ങൾ എന്റെ മതം അതിരുവിട്ട് പറഞ്ഞ് വഴിതെറ്റി പോകരുത്. ഇന്നി അന അബ്ദുല്ലാഹ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്, വറസൂലുഹു റസൂലുമാണ്. അതുകൊണ്ട് കൂലു, നിങ്ങൾ പറയണം. കൊടുക്കണ്ട. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വഹാബത്തിനോട് പറയുന്നു, ഞാൻ അള്ളാഹിന്റെ അടിമയും അള്ളാഹുവിന്റെ റസൂലും മാത്രമാണ്. അതുകൊണ്ട് എന്നെ കുറിച്ച് നിങ്ങൾ അള്ളാഹിന്റെ അടിമയും റസൂലും എന്ന് മാത്രമേ പറയാവൂ, അതിന് വിട്ടു പോകരുത്. ഇവിടെ നിന്നു മുജാഹിദ് പ്രസ്ഥാനം. എന്നാൽ അഹ്ലുസുന്നയുടെ പേര് പറഞ്ഞ് ഈ ഷിയാക്കൾ കൊണ്ടുവന്ന വ്യതിചലിച്ച ജൂതക്രിസ്ത്യാനികളെ ആദർശം സ്വീകരിച്ച സമസ്ത മുസ്ലിയാക്കന്മാർ ജനങ്ങളുടെ മുമ്പിൽ പറഞ്ഞ എന്താ? ബൂസൂരിയുടെ ബുർദ. എന്താ ബൂസൂരിയുടെ ബുർദ? ബുർദയിൽ ബൂസൂരി പറയാണ്, ജൂതക്രിസ്ത്യാനികൾ അവരെ പ്രവാചകന്മാരെ അതിന് വിട്ട് മൗലിദ് പറഞ്ഞ് അള്ളാഹിന്റെ മോൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും തന്നെ അള്ളാഹിന്റെ മോൻ എന്ന് റസൂലുള്ളാഹിയെ പറ്റി പറയണ്ട. അപ്പൊ നമുക്ക് വിചാരിച്ച് തോന്നി, മാഷാ അല്ലാഹ് നല്ല ഉപദേശമാണ്. പക്ഷേ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ചപ്പോ ഇനി അടി ഉണ്ടാക്കാതെ തിരിച്ചു പോരുമെന്നാണ് ചില ആളുകൾ വിചാരിച്ചത്. പക്ഷെ 2 സ്റ്റെപ്പ് ബാക്കിലേക്ക് വെച്ച എന്തിനാ? ഊക്കിലൊന്നും കൂടി അടിക്കാനാണ് എന്ന് പറയാറുള്ള പോലെ ബൂസൂരി ഇത് പറഞ്ഞ് സ്റ്റെപ്പ് ബാക്കിൽ വെച്ചപ്പോ നമ്മൾ വിചാരിച്ചു മൂപ്പർ ഇതുമ്പോ നിർത്തും, ഇന്ന് നിർത്തിയാൽ ക്ലിയർ ആണ്. പക്ഷെ മൂപ്പര് പിന്നെ പറഞ്ഞു കൊടുത്ത എന്താ നിങ്ങള് അതിനേക്കാൾ അപ്പുറം പറഞ്ഞു റസൂലുള്ളാഹിനെ പറ്റിയെന്നാ. ഞാൻ വെറുതെ പറയല്ല. ഈ ഭൂമിയും അതിന് സഹമായ 7 ആകാശവും നിങ്ങളുടെ ഔദാര്യത്തിൽ നിന്നാണ് നബിയേ. ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഈ ഭൂമിയും 7 ആകാശവും അള്ളാഹിന്റെ ഔദാര്യമല്ലേ? റസൂലിന്റെ ഔദാര്യാണോ? ഈ ആകാശഭൂമികളിൽ അള്ളാഹ് എഴുതപ്പെട്ട ഇൽമ് എന്ന ലൗഹുൽ മഹ്ഫൂദ് അത് എഴുതാൻ ഉപയോഗിച്ച പേന, അത് റസൂൽ എങ്ങനെ വിജ്ഞാനത്തിന് എടുത്തതാണ്? റസൂലുള്ളാഹിന്റെ വിജ്ഞാനത്തിൽ നിന്നാണ് അള്ളാഹു തആല ലൗഹുൽ മഹ്ഫൂദ് എന്ന ഇൽമ എടുത്തെന്ന് പറഞ്ഞാൽ എവിടെ എത്തി? അള്ളാഹിന്റെ മോനെന്ന് പറയണോ? അള്ളാഹിന്റെ മേലെ കൊണ്ടുവച്ചു അല്ലേ? നമ്മൾ ആലോചിച്ച് നോക്ക്. മഹ്മൂദ് മാല എന്ന് പറഞ്ഞ മാല ഉണ്ട്. ആ മാല ആകെ കൊളാക്കണ മാലയാണ്. ആ മാലയിൽ പറയണത്, നീ മറ്റ അഹ്മദും ഞാനെന്ന് സ്വന്നോവർ വീണ്ടും മദീനറ്റ അറബിയാനെന്നോവർ. നീ മറ്റ അഹ്മദ്, അഹ്മദ് എന്ന അറബി പദത്തിൽ നിന്ന് നീങ്ങു പോയാൽ അഹദാണ് ഞാൻ. അറബി എന്ന അറബി പദത്തിൽ നിന്ന് അതിന് വായിച്ചാൽ റബ്ബാണ് ഞാൻ. അഹദ് അള്ളാന്റെ സിഫത്ത. ഇവിടെ ഉദ്ഘാടന സമയത്തിന് ശേഷം സമ്മാനം വാങ്ങാൻ പോകുന്ന കുട്ടികൾ ഓതിയ എന്താ? ഖുൽ ഹു അല്ലാഹു അഹദ്. പറയൂ, അല്ലാഹു ഏകനാണ്. ഇവിടെ എന്താ മോദിക്കുന്നത്? നീ മുറ്റ അഹ്മദ്, അഹ്മദിൽ നിന്ന് നീ പോയാൽ അഹദാണ് ഞാൻ, അള്ളയാണ് റസൂലുള്ളാഹ്.
റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹിന്റെ സിഫത്താണ്. ആ റബ്ബിന്റെ സിഫത്തും അള്ളാഹ് എന്ന സിഫത്തും അഹദ് എന്ന സിഫത്തും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് ചാർത്തി കൊടുക്കുന്നു മഹ്മൂദ് മാലക്കാരൻ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, ഇതെന്താ അഹ്ലുസുന്ന വൽ ജമാഅയാണ്? പ്രിയമുള്ളവരെ, ഖുർആൻ നമ്മോട് ചോദിക്കുന്നു, വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി, നിങ്ങൾ അള്ളാഹിനെ കണക്കാക്കാൻ രൂപത്തിൽ കണക്കാക്കിയിട്ടില്ലേ? ആരാണ് അള്ളാഹ്? ആരാണ് അള്ളാഹു? വൽ അർളു, എന്താണ് വമാ ഖദറുല്ലാഹ ഹഖ്ക ഖദരിഹി? അല്ലാഹു തആല ഞങ്ങളെ കണക്കാക്കാൻ രൂപത്തിൽ കണക്കാക്കിയിട്ടില്ല. വൽ അർളു ജമീഅൻ ഖബലതുഹു യൗമൽ ഖിയാമ, ലോകാവസാനത്തിനു ശേഷമുള്ള ഇടിനാദത്തിൽ അല്ലാഹു തആല ഭൂമിയെ അവന്റെ കൈപ്പിടിയിൽ ഒതുക്കും, ആകാശത്തെയും അവന്റെ വലത് കൈയിൽ അവൻ ഒതുക്കും. അങ്ങനെയുള്ള കരുത്തുറ്റ റബ്ബിനെ നിസാരനാക്കുന്ന പണിയാണ് ഈ മൊഴി കിതാബിലൂടെ സഹോദരങ്ങളെ നടക്കുന്നത്. ഇതൊക്കെ സത്യത്തിൽ ചെല്ലി ആ സദസ്സിൽ ഇരുന്ന് അതിനുവേണ്ടി ഒജീനം കൊടുത്ത് പണം കൊടുത്താൽ നാളെ ആഖിറം കുളമാകും. ശരിക്ക് ഈ ശിർക്ക് ഖുറാഫാത്ത് മനസ്സിലാക്കിയാൽ ആത്മാർത്ഥമായിട്ട് എന്ത് ചെയ്യും? ഓല് തന്നെ സ്വന്തം കോലത്തിലായി ഞാൻ ഒന്നും കൂടി ശാസ്ത്രീയ ചെല്ലേണ്ടി വരുമെന്ന് ഓൽക്ക് തോന്നും. നമ്മളാരും പറയില്ല, പക്ഷെ അവർക്ക് അത്രയും വലിയ ശിർക്കാണ്. ഞാൻ ആ മുഖത്തിലോതി വെച്ച ആയത്തെന്താണ്? അല്ലാഹു തആല റസൂലുള്ളാഹിയെ വിളിച്ചുകൊണ്ട് പറയുന്നു, പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, വലഖദ് ഊഹിയ ഇലൈക വഇലല്ലദീന മിൻ ഖബ്ലിക ലഇൻ അശ്റക്ത ലയഹ്ബതന്ന അമലുക വലതകൂനന്ന മിനൽ ഖാസിരീൻ. 39-ാം അധ്യായം സൂറത്ത് സുമർ 66, 67, 65, 66 ആയത്ത്. മുഹമ്മദ് നബിയെ, താങ്കൾക്ക് ഇതാ ഞാൻ വഹി നൽകുകയാണ്. താങ്കൾക്ക് മുമ്പ് കഴിഞ്ഞു പോയ അമ്പിയാക്കന്മാർക്ക് നൽകിയ അതേ വഹി തന്നെയാണ്. ലഇൻ അശ്റക്ത, താങ്കളെങ്ങാനും ശിർക്ക് ചെയ്താൽ ലയഹ്ബതന്ന അമലുക, താങ്കളുടെ അമലുകൾ പൊളിഞ്ഞു പോകും. നബിയെ, റസൂലുള്ളാഹി ശിർക്ക് ചെയ്യോ? അല്ലാഹു പങ്കു ചേർക്കോ? ഇല്ല. പക്ഷെ ഈ തഫ്സീറിൽ കാണാം, ഇത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തായ ഷഹാദത്തിൽ വജല്ലിയ മുസ്ലിം സമുദായത്തോടുള്ള താക്കീതാണ്. നാസറും അബ്ദുള്ളയും അബ്ദുറഹ്മാനും ഫാത്തിമയും ഉമ്മു കുൽസുമാണ് എന്നതുകൊണ്ട് മാത്രം നിങ്ങൾക്ക് നേരെ സ്വർഗത്തിൽ കണ്ട് പോകാന്ന് വിചാരിക്കണ്ട. ശിർക്ക് ചെയ്താൽ ഓട്ടബക്കറ്റിൽ വെള്ളം നിറച്ച പോലെ, ഓട്ടച്ചാക്കിൽ സാധനങ്ങൾ നിറച്ച പോലെ യഹ്ബതന്ന അമലുക, അമലുകളാണ് പൊളിഞ്ഞു പോകുമെന്ന് ഖാലല്ലാഹു അസ്സ വജല്ല. ആ ശിർക്കാണ് ഇന്നും സമുദായത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അനവധി കാര്യങ്ങൾ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുണ്ട്. മംഗൂസ് മൗലിദ് നമുക്കറിയാം, സുബ്ഹാന ശറഫുൽ മൗലിദ്, ഇതെല്ലാം തുടങ്ങുമ്പോൾ തന്നെ വലിയ ഹിമാലയൻ നുണകൾ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങണത് തന്നെ. സാധാരണക്കാരായ ആളുകൾ വലിയ കൂടിയിട്ടുള്ള മുതലാന്ന് വിചാരിച്ച് ചെയ്യാണ്. നിന്റെ ആധികാരികയുടെ പാരമ്പര്യവും ആധികാരികമൊക്കെ ഞാൻ ആമുഖത്ത് പറഞ്ഞു, നീ കേട്ടോളൂ. സുബ്ഹാനല്ലദീ അത്ലാ ഫീ ശഹ്രി റബീഉൽ അവ്വൽ ഖമറ നബിയിൽ ഹുദാ വഔജദ നൂറുഹു ഖബ്ല ഖൽഖിൽ ആലമി വസമ്മാഹു മുഹമ്മദാ. മൂല്യമാന് പാടുകയാണ്, മൗലി ചൊല്ലുകയാണ്. എന്താണ്? ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് ഈ പരിപൂർണ ചന്ദ്രനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സൃഷ്ടിച്ച അല്ലാഹുക്കാകുന്നു സർവസ്തുതിയും. അപ്പൊ ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രകാശത്തെ അല്ലാഹ് സൃഷ്ടിച്ചു. ലോകം സൃഷ്ടിക്കുന്നതിന് മുമ്പ്. ഈ കൗതുക വാർത്ത ഖുർആനിലുണ്ടോ? ഹദീസിലുണ്ടോ? ഷാഫി ഇമാമിന്റെ കിതാബിലുണ്ടോ? പള്ളി ദർസുകളുടെ കിതാബിലുണ്ടോ? സ്വീകാരികമായ കിതാബിലുണ്ടോ? പറഞ്ഞു കൊടുക്കുക ഇല്ല. അപ്പൊ കള്ളക്കഥ അടിച്ചണ്ട് വിട്ടു തന്നെ. കാരണം എന്താ? ഹദീസ് പോലെ ആരോട് പറഞ്ഞൊന്നുമില്ല. റുവിയ കേട്ടിട്ടുണ്ട്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മലപ്പുറം ഭാഷയിൽ പറഞ്ഞാല് പഞ്ചായത്ത് കിണറ്, പഞ്ചായത്ത് പൈപ്പ്, അതിന് മുമ്പില് യാതൊരു അന്ധഗതിയില്ലാത്ത കുറെ സ്ത്രീകൾ വന്നിട്ട് പറയുന്ന ചില ഈ കുറ്റം പറച്ചിലുണ്ടല്ലോ, ഈ അതിന് ഒരു തെളിവുണ്ടാവില്ല. ഓളെ പറ്റി അങ്ങനെ കേട്ടോലോ, ഇങ്ങനെ കേട്ടോളോ, ആഴ്ചയിൽ അങ്ങനെ ചെയ്തോലോ. മൈമാനിന്റെ പെണ്ണുങ്ങളെ വീട്ടില് രാത്രി ആള് വരുന്നുണ്ടോലോ, വല്ല തെളിവുണ്ടാവില്ല. ആണ്ട് വീട്ടിൽ അടിച്ചു വീടന്നെ ഇതുപോലെ തുടങ്ങിയ. എന്നിട്ട് ഈ മാറിയ നമ്മൾ പറഞ്ഞിട്ട് പറയുന്ന കാര്യം എന്താ കേട്ടോളൂ. ألا هو الذي توسل به آدم وافتخر بكونه والدا واستغاث به نوح فنجا من الردى
وكان في صلب إبراهيم عليه السلام حين ألقي في النار فعاد وصار له محمدا. ഇത് പറയണത് അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം. ആദം അലൈഹി സ്വലാത്തു വസ്സലാം സ്വർഗത്തിൽ നിന്ന് അള്ള വിലക്കിയ പഴം നിന്നപ്പോൾ തൗബ ചെയ്തത് അള്ളാഹിനോടാണെന്ന് ഞാൻ ആമുഖത്തിൽ തന്നെ പറഞ്ഞു. ഖുർആനിൽ ആയത്തോതി ഇവിടെ പറയുകയാണെന്ന് അലാഹു അല്ലദീ തവസ്സല ബിഹി ആദം. ആദം അലൈഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ തവസ്സുലാക്കിയിട്ടാണ് അള്ളാഹിനോട് ഇസ്തിഗ്ഫാർ തേടിയത്. അതിന് പല കഥകളും മൗലിക കിതാബിൽ പറയുന്നുണ്ട്. അതിലേക്കൊന്നും പോകാനുള്ള സമയമല്ല. മാല മൗലിദുകൾ ഒരു മേജർ സർജറി എന്നൊരു വിഷയം തന്നെ ഇൻഷാ അല്ലാഹ് നിങ്ങൾ റമദാൻ കഴിഞ്ഞിട്ട് വെക്കി. അള്ളാഹു തൗഫീഖ് ചെയ്ത ശബ്ദം ഒന്നും കൂടെ ക്ലിയർ ആകുകയാണെങ്കിൽ ഇൻഷാ അല്ലാഹ് 2.5 മണിക്കൂർ മാല മൗലിദുകൾ മേജർ സർജറി ഞാൻ പൊളിച്ചെഴുതി തരാം. റബ്ബിന് തൗഫീഖ് കൊടുക്കും. അത്രത്തോളം വടക്ക് വിശ്വാസങ്ങൾ ഖുറാഫാത്തും കൂടെ പറയാണ്ട് ഒന്ന് ആലോചിച്ച് നോക്കി നിങ്ങൾ. എന്നിട്ട് പറയുകയാണ് നൂഹ് നബി അലൈഹി സ്വലാത്തു വസ്സലാം കപ്പലിൽ രക്ഷപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ദ്വാരന്നിട്ടാണ്, നബിയെ ഇടയിൽ വെച്ചിട്ടാണ്. രണ്ടാമത്തെ തവണ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തീനാളത്തിൽ രക്ഷപ്പെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ആത്മാവ് ഇബ്രാഹിം നബിയുടെ മുതുകത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഖുർആനിലോ ഹദീസിലോ പറയാത്ത നുണകൾ അല്ലാഹു തആല പറഞ്ഞെന്താ? മൻ ഫസ്സൽ ഖുർആന ബിറഅയിഹി ഫല്യതബവ മഖഅദഹു മിനൻ നാർ. ഖുർആന്റെ ആയത്തോതി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാത്ത വ്യാഖ്യാനം പറഞ്ഞാൽ, റസൂൽ പറയാത്ത വ്യാഖ്യാനം പറഞ്ഞാൽ നരകത്തിൽ സീറ്റ് അവൻ റിസർവേഷൻ ചെയ്യട്ടെ. മൻ കദബ അലയ്യ മുതഅമ്മിദൻ ഫല്യതബവ മഖഅദഹു മിനൻ നാർ. ഞാൻ പറഞ്ഞിട്ടില്ലാത്തത് എന്റെ പേരിൽ വെച്ച് കെട്ടി കാല റസൂൽ എന്ന് പറഞ്ഞാൽ അവൻ നരകത്തിൽ സീറ്റ് റിസർവേഷൻ ചെയ്യട്ടെ എന്നാ. ഒരു തെളിവില്ലാത്ത കാര്യം. എന്നാൽ ഇവിടെയൊക്കെ ഇടപെട്ടത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയാണെന്നാണ് മൗലിദ് കിതാബ് പറയുന്നത്. എന്നാൽ മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ പേരിൽ നമ്മുടെ നാട്ടിൽ ഓതിക്കൊണ്ടിരിക്കുന്ന മുഹീദ്ദീൻ മാല, മുഹീദ്ദീൻ മൗലിദ്, മുഹീദ്ദീൻ റാത്തീബ്, അതേപോലെ തന്നെ ഖുതുബിയത്ത് അല്ലേ, പിന്നെയോ അബു യൂസുഫ് ഷത്ലൂഫി എന്ന് പറയുന്ന ആ ഒരു ഷിർക്കൽ മജാറുകൾ എഴുതിയ ബഹജത്തുൽ അസ്റാർ തക്മീല, അവർ ഷൊന്ന ബൈത്ത്, യാർ ഷൊന്ന ബൈത്തപ്പ അവർ ഷൊന്ന ബൈത്ത്. ഇതൊക്കെയാണ് ഈ മുസ്ലിയാക്കന്മാരി തെണ്ടിപ്പെറുക്കി എഴുതിണ്ടാക്കിയ കഥ വായിക്കണത്. മുഹീദ്ദീൻമാല എഴുതിയ ഖാലി മുഹമ്മദ് എന്ന കോഴിക്കോട്ടുകാരൻ, അദ്ദേഹം അതിന്റെ ആധികാരികത പറഞ്ഞിട്ട് ഖുർആനും ഹദീസും ഞാൻ സ്വീകാര്യമായ തഫ്സീറൊന്നും അഹ്ലു സുന്നത്ത് ഉലമാക്കളിൽ നിന്ന് എടുത്തു എന്നല്ല. പിന്നെ എന്തിനാ അവർ സ്വർണ്ണബൈത്തിന്നും ബഹജ കിതാബിന്നും അങ്ങീനെ തക്മീല തന്നിന്നും കൊണ്ടോവർ. അവർ സ്വർണ്ണബൈത്ത്, യാർ സ്വർണ്ണബൈത്തപ്പ. ഈ മുസ്ലിയാക്കന്മാർ പോകുമ്പോ സാധാരണക്കാർ ചോദിക്കണം, അന്നാച്ചി നിൽക്ക്, ഇത് യാർ സ്വർണ്ണബൈത്ത്, ഇന്ദമാരി യാർ ചൊല്ലി. ചെലവിന് വരുന്ന മൂലകെട്ടികളോട് സാധാരണക്കാരായ സമസ്തക്കാർ ചോദിക്കണം. അല്ലാതെ ഞങ്ങളോട് ദേഷ്യം പിടിച്ചൊരു കാര്യമല്ല. ഞങ്ങൾ സുന്നത്തെ മാത്ത് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കുകയാണ്. മനസ്സിലായോ? അപ്പൊ അവർ സുന്നബൈത്ത് തക്മീല പോലെയുള്ള കിതാബെന്ന് തെണ്ടിപ്പെറുക്കി എഴുതി കൂട്ടിയതാണ് മുഹീദ്ദീൻമാല എന്നായി തന്നെ പറയുന്നുണ്ട്. ആ ബഹജത്തുൽ അസ്റാർ എന്ന കിതാബും 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അപ്പൊ സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് മഹാനായ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്നത് ഇറാഖിൽ ജീലാൻ എന്ന പ്രദേശത്ത് ജനിച്ച മഹാനാണ്. ബഗ്ദാദിൽ മറമടപ്പെട്ട് കിടക്കുന്ന വലിയ മുജാഹിദ് ഒരിക്കലും അദ്ദേഹത്തെ കളിയാക്കൂല, കുറ്റം പറയില്ല. ഔലിയാക്കന്മാരെ സ്നേഹിക്കണമെന്ന് പഠിപ്പിക്കുന്നവരാണ് മുജാഹിദുകൾ. പക്ഷെ അവരുടെ പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകൾ ഞങ്ങൾ തുറന്നു പറയും. അപ്പോ ഔലിയാക്കന്മാരുടെ സ്നേഹമല്ല, കറാമത്തിലെ കളിയാക്കുകയാണ് നിങ്ങൾ പറഞ്ഞാൽ സാധാരണക്കാരെ മനസ്സിലാക്കിക്കോളി, അത് തട്ടിപ്പാണ്. കാരണം ഒരു നാട്ടിൽ ഒരു വ്യാജ ഡോക്ടർ വന്നു. അപ്പോ കുറച്ച് ആൾക്കാർ സാംസ്കാരിക വേദി ഉണ്ടാക്കിയിട്ട് പറഞ്ഞു, ഈ ഡോക്ടർ തട്ടിപ്പാണ്, രോഗികളെ പറ്റിക്കാണ്, മരണത്തിലേക്ക് കൊണ്ടുപോകാന്നൊക്കെ പറഞ്ഞപ്പോ വേറെ വിഭാഗം വന്ന ഡോക്ടറെ പങ്കുപറ്റികൾ, ഡോക്ടറുടെ മാഫിയ ടീം ഒരു പറഞ്ഞു, കണ്ടോ ഈ നാട്ടിൽ എത്ര ഉപകാരം ചെയ്ത ഡോക്ടർ, മരുന്ന് കൊടുക്കുന്ന ഡോക്ടർ, അദ്ദേഹത്തെ കള്ള ഡോക്ടർ എന്ന് വിളിച്ചത് എന്ന് പറഞ്ഞാൽ ബുദ്ധിയുള്ളോ പറയും ചിലക്കാതെ പോടാന്ന്. ഈ സാംസ്കാരിക വേദിന്റെ ആൾക്കാര് ആ ഡോക്ടർ തട്ടിപ്പാണ്, അയാൾക്ക് ഡിഗ്രി ഇല്ല, അയാൾ തനിച്ച തട്ടിപ്പാന്ന് ബോധ്യപ്പെട്ടത് കൊണ്ടാണ് ഞങ്ങൾക്ക് പറഞ്ഞത്, മനസ്സിലായിട്ടുണ്ട് എന്ന് പറയും. ഇതുപോലെയാണ്
ഡ്യൂപ്ലിക്കേറ്റ് വാച്ച് ഇറങ്ങുമ്പോൾ സിറ്റിസൺ എന്ന പേരേ ഉള്ള ഒരു ഡ്യൂപ്ലിക്കേറ്റ് ആണെന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെയാണ് ഇത് യഥാർത്ഥ ഷെയ്ഖിന്റെ പേരിൽ പിൽക്കാലത്ത് കെട്ടിയുണ്ടാക്കിയ കള്ളക്കഥകളാണ്. ആ കള്ളക്കഥയിൽപ്പെട്ട ബഹജത്തുൽ അസ്റാർ എന്ന കിതാബിൽ പറയുന്ന കാര്യങ്ങൾ കേട്ടോളൂ. പിന്നെ മങ്കൂസ് മൗലിദിലും ഷറഫുല മൗലിദൊക്കെ പറയുന്നത് അമ്പിയാക്കന്മാർക്ക് പ്രതിസന്ധി ഉണ്ടായപ്പോൾ അവിടെയൊക്കെ അമ്പിയാക്കന്മാർ ഇസ്തിയാസ ചെയ്തതും തവസ്സുലാക്കിയതും രക്ഷപ്പെട്ടതും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ ഉപയോഗപ്പെടുത്തിയിട്ടാണ്. എന്നാൽ ഈ കിതാബിൽ പറയുന്നതോ മൊയ്തീൻ ശേഖരെ ഇടയിൽ വെച്ചിട്ടാണ്. കേട്ടോളൂ. أنا كنت مع نوح بأعلى سفينتي بحارا وطوفانا على كف قدرتي. എന്താണ് അന കുന്തു മഅ നൂഹി, ഞാൻ നൂഹിന്റെ കൂടെ ഉണ്ടായിരുന്നു. ആര്? മൊയ്തീൻ ശേഖ്. എന്നാ മൊയ്തീൻ ശേഖ് ജനിക്കണത്? എന്നാ നൂഹ് നബി അലൈഹി സ്വലാം ജനിക്കണത്? ചിന്തിക്കാനും ചോദിക്കാനും പാടില്ല. ചിന്തിച്ച് ചോദ്യം ചെയ്താൽ അപ്പൊ വഹാബിയായി. ഇതെങ്ങനെ ലോജിക്കാകുക മൗലിയാരെ? നൂഹ് നബി ഏത് കാലഘട്ടക്കാരനാ? മൊയ്തീൻ ശേഖ് ഏത് കാലഘട്ടക്കാരനാ? എങ്ങനെ മൊയ്തീൻ ശേഖിന്റെ കാലത്ത് തൂഫാനുണ്ടാകുമ്പോ കപ്പലില് നൂഹ് നബിയുടെ കൂടെ മൊയ്തീൻ ശേഖ് ഉണ്ടായാൽ ചിന്തിക്കാനും ചോദിക്കാൻ പാടില്ല. കേട്ടുപിടുങ്ങ. എന്താ പറയുന്നത്? അന കുന്തു മഅ നൂഹി ബിഅഅലാ സഫീനതി. തൂഫാനുള്ള സമയത്ത് കപ്പലിന്റെ ഉച്ചി മുകളിൽ ഞാൻ ഉണ്ടായിരുന്നു. ബിഹാറം തൂഫാനൻ അലാ കഫി ഖുദ്റതി. തൂഫാനിൽ കപ്പൽ രക്ഷപ്പെട്ടത് മൊയ്തീൻ ശേഖ് ആവുന്ന എന്റെ കൈപ്പത്തിയിൽ കിടന്നുകൊണ്ടാണ്. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇത് വിശ്വസിക്കണം നമ്മള്. ഖുർആൻ പറഞ്ഞെന്താ? ഖുർആൻ പറഞ്ഞത് അള്ളാന്റെ നിയന്ത്രണത്തിലാണ് ആ കപ്പൽ ഓടിയത്. അള്ളാന്റെ നിയന്ത്രണത്തിലാണ് ആ കപ്പൽ നിന്നത്. 11-ാം അധ്യായം സൂറത്ത് ഹൂദ് 41 മുതൽ 44 ആയത്തുകൾ ആലോചിച്ച് നോക്കി. ഈ പറഞ്ഞ കള്ളക്കഥക്ക് നേരെ എതിരാണത്. ഞാൻ ചോദിക്കട്ടെ നമസ്തക്കാരെ, മുത്താലിമീങ്ങളെ, ഈ കള്ളക്കഥ സ്വീകരിക്കണോ അള്ളാന്റെ ഖുർആൻ പറഞ്ഞ സ്വീകരിക്കണോ? എടുത്തോളി. മുജാഹിദ് പറയുന്നു ഈ പറഞ്ഞ കഥ നുണയാണ്, ഇത് ഒറിജിനൽ കറാമത്തല്ല, ഇത് ജീലാനി തങ്ങളുടെ പേരിൽ കെട്ടിണ്ടാക്കിയതാണ്. നീ കഴിഞ്ഞില്ല. പിന്നെ പറയുന്നു എന്ത്? പിന്നെ പറയുകയാണ് ഇബ്രാഹിം മുൽക്കം ബിനാരിഹി വമാ ബാരിഅദൻ നീറാന ഇല്ലാ ബിദഅവതി. ഇബ്രാഹിം നബി മകൻ ഇസ്മായിൽ നബിയെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമെ നമ്രൂദ് തീക്കുണ്ടാരത്തിലേക്ക് എറിഞ്ഞപ്പോൾ ആ തീക്കുണ്ടാരത്തിൽ ഞാനുണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നേരത്തെ ഓതിയ മങ്കൂസ് പറഞ്ഞെന്താ? റസൂലുള്ളാഹിനെ രക്ഷപ്പെടുത്തിയതാ. ഇവിടെ പറയുന്നത് മൊയ്തീൻ ശേഖരെ രക്ഷപ്പെടുത്തിയത്. ആരാ വിശ്വസിക്കണ്ടേ? രണ്ടും കള്ളക്കഥയാണ്. ഖുർആൻ പറഞ്ഞ വിശ്വസിച്ചാൽ മതി. ഇബ്രാഹിം നബിയെ തീയിലിട്ടപ്പോ തീയിന്റെ കൂടെ ഞാൻ ഉണ്ടായിരുന്നു. ഇബ്രാഹിം നബിന്റെ ഒപ്പം ആ തീനാളെ കെട്ടുപോയത് ഞാൻ അള്ളാഹുവിനടുത്ത് വരുന്നോണ്ടാണ്. മൊയ്തീൻ ശേഖ് വരുന്നോണ്ടാണ്. ഒന്ന് ആലോചിച്ച് നോക്കിങ്ങള്. അല്ല പറയുന്നു ബർദൻ വസലാമൻ അലാ ഇബ്രാഹിം. 20-ാം അധ്യായം സൂറത്ത് ത്വാഹ 11-ാമത്തെ ആയത്. തീ അല്ല പറഞ്ഞു, തീയെ ഇബ്രാഹിമിന് നീ എയർ കണ്ടീഷൻ ആകണം, തണുപ്പും സമാധാനവുമാകണം. അല്ല പറഞ്ഞതാ. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ഇങ്ങനെ കേട്ട് ഓതി പാടാൻ തുടങ്ങിയാൽ പിന്നെയും കാണാം ഇബ്രാഹിം നബി മകനെ ഇസ്മായിൽ നബി ഇറക്കാൻ കൊണ്ടുപോയപ്പോ മൊയ്തീൻ ശേഖായി ഞാനുണ്ടായിരുന്നു കൂടെ. ഇതൊന്നും ശേഖ് ചെയ്യാൻ പറഞ്ഞാൽ കേട്ടോ, അദ്ദേഹത്തിന്റെ കിതാബിലല്ല. പിൽക്കാലത്ത് ഈ പറഞ്ഞ കള്ളക്കഥ കെട്ടിണ്ടാക്കിയതാണ് കുറെ മനുഷ്യന്മാര്, ജീലാനി ത്വരീഖത്തുകാരൻ. അപ്പൊ ഈ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ മകൻ ആടിനറക്കണിമാരെ തലറക്കാൻ സമയത്ത് അല്ല പറഞ്ഞു, ഇബ്രാഹിമെ നീ സത്യം പുലർത്തിയിരിക്കുന്നു, നീ പകരം ആടിനറത്താൽ മതി. പക്ഷെ ഇവിടെ പറഞ്ഞെന്താണ്? അല്ല കുടുങ്ങിപ്പോയി. ഇബ്രാഹിം നബി കത്തി കൗത്തിൽ വെക്കാൻ തുടങ്ങിയപ്പോ അള്ളാഹു താലക്ക് പിടിച്ചം കിട്ടിയില്ല. നീ എന്താ കാട്ടുക? അപ്പൊ ജീലാനി തങ്ങൾ പറഞ്ഞു കൊടുത്തു, പഠിച്ചവനെ പേടിക്കണ്ട, ഒരാടിനെ അർത്ഥം കൊടുത്താളാ. ഞാൻ ഫത്വ കൊടുത്തു. ആടിനെ ഇറക്കി കൊടുത്ത് ഇതിന്റെ ഫത്വ കൊണ്ടാണ് അള്ളാഹു ആടിനെ ഇറക്കി കൊടുത്തത്.
ജീലാനിന്റെ ആ ഫത്വ കൊണ്ടാണ്. ഇത് വിശ്വസിച്ച കുഫ്റല്ലേ സഹോദരങ്ങളെ? ഇങ്ങനെ തുടങ്ങി എല്ലാ അമ്പിയാക്കന്മാരെ പറ്റിയും പറയുന്നുണ്ട്. ഒറ്റ ഒന്നും കൂടെ പറഞ്ഞിട്ട് ഞാൻ 1-2 വിഷയങ്ങൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് സഹോദരങ്ങളെ. എന്താ പറഞ്ഞ നിങ്ങള്? ഈ ഷെയ്ഖ് ജീലാനി അദ്ദേഹത്തെ 1000 വട്ടം വിളിച്ചു നേടാൻ വേണ്ടി ഖുതുബിയ്യത്തിലൂടെ നേർച്ചയാക്കാൻ മുസ്ലിയാക്കന്മാർ പഠിപ്പിക്കാറുണ്ട്, വീടുകളിൽ നടക്കാറുണ്ട് അല്ലേ? ആയിരം വട്ടം എന്റെ പേരിനെ ഒറ്റയ്ക്കിരുന്ന് ഇഖ്ലാസോട് വിളിച്ചാൽ ഞാൻ അവരുടെ മുമ്പിൽ ഹാജരാകും, ഞാൻ മുറാദുകൾ ഹാസിലാക്കും. ഈ ഖുതുബിയ്യത്ത് എന്ന് പറഞ്ഞാൽ അത് മെമ്പർഷിപ്പ് എടുക്കലാണ് ത്വരീഖത്തിൽ. ജീലാനി തങ്ങളെ തെറ്റ് നേടിയാൽ പിന്നെ ഹിസാബില്ല, ഖബറിൽ മഹ്ശറിൽ ചോദ്യമല്ല, നരകത്ത് പോവില്ല. ഇത് ആരോ പഠിപ്പിച്ച ഊഹങ്ങളാണ്. ഖുർആൻ സുന്നത്തിൽ ജീവിക്കാൻ പഠിപ്പിച്ച മഹാനായ മുഹീദ്ദീൻ ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി അദ്ദേഹത്തെ 1000 വട്ടം വിളിക്കാൻ പറയോ? അദ്ദേഹം ജനങ്ങളോട് പറഞ്ഞത് കിതാബിലുണ്ട്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, എങ്ങനെയാണ് മുസൽമാനെ നീ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലുന്നത്? വഫീ ഖൽബിക കം ഇലാഹുൻ, നിന്റെ ഹൃദയത്തിൽ എത്ര ഇലാഹുകളാണുള്ളത്? കുല്ലു ഷൈഇൻ തഅതമിദു അലൈഹി വതസിഖു ബിഹി ദൂനല്ലാഹ് ഫഹുവ സലമുക. അല്ലാഹു തആലയിൽ ആശപ്പെട്ടുകൊണ്ട് നീ ആരിലേക്കൊക്കെ അവലംബമാകുന്നുവോ അതെല്ലാം നിന്റെ ഹൃദയത്തിൽ നാട്ടിയ വിഗ്രഹത്തിന് തുല്യമാണ്, കല്ലിന് തുല്യമാണ്, വിഗ്രഹത്തിന് തുല്യമാണ്. ഞാൻ പറഞ്ഞല്ല, ഷെയ്ഖ് ജീലാനി എന്ന കിതാബിൽ പറഞ്ഞതാണ്. അദ്ദേഹത്തിന്റെ ഉന്നത്തു താലിബിൻ എന്ന കിതാബിൽ പറഞ്ഞതാ. അതുകൊണ്ട് അദ്ദേഹം പറയാണ്, അതുകൊണ്ട് തന്നെ ലാ യൻഫഉക തൗഹീദുൽ ലിസാൻ മാ ശിർകുൽ ഖൽബ്, നിന്റെ ഹൃദയത്തിൽ ഈ കൊടിയ ശിർക്ക് വെച്ചിട്ട് നാവ് കൊണ്ട് അഫ്ളൽ ദിക്ർ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അതുകൊണ്ട് നിന്റെ ഹൃദയത്തെ നീ ഒരു പള്ളി പോലെ ശുദ്ധിയാക്കിക്കോ. എന്താ പള്ളിക്കുള്ള പ്രത്യേകത? ഇതേ ഗ്രന്ഥത്തിൽ മഹാൻ പറയുന്നു, കമാ ഖാല അല്ലാഹു തആല അസ്സ വജല്ല, പ്രതാപശാലി അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു. സൂറത്തുൽ ജിന്നിൽ ആയത്ത് ഓതുകയാണ്, വഅന്നൽ മസാജിദ ലില്ലാഹി ഫലാ തദ്ഉ മഅല്ലാഹി അഹദാ, നിശ്ചയം പള്ളികൾ അല്ലാഹുവിനുള്ളതാണ്. ആ പള്ളിക്കുള്ളിൽ വെച്ച് അള്ളാഹിന്റെ പുറമേ നിന്നല്ല, അള്ളാഹിന്റെ കൂടെ തന്നെ നിങ്ങൾ ആരെയും വിളിച്ചു തടരുത്. ആ പള്ളിയിൽ വെച്ചാൽ 1000 വട്ടം ഷെയ്ഖ് ജീലാനി വിളിക്കുന്നത്. രസകരമായ രൂപമാണ് ഈ മൊഹിദ്ദീൻ മൗലിദ് നടക്കല്. നിങ്ങൾക്ക് ഇത് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും, നിങ്ങൾക്ക് അറിയില്ല, അതുകൊണ്ടാണ്. മൊഹിദ്ദീൻ റാത്തീബ് മൊഹിദ്ദീൻ മൗലൊക്കെ നടക്കുക പള്ളികൾ പോവുക. ഒരു സെറ്റ് മുസ്ലിയാക്കന്മാർ ചുമരുമ ചാരിക്കും, ഒരു സെറ്റ് മുസ്ലിയാക്കന്മാർ ഓപ്പോസിറ്റ് നിൽക്കും. എന്നിട്ട് ഒരു കൂട്ടർ ജീലാനി തങ്ങളോട് ദ്വാരക്കും, ഒരു കൂട്ടർ അള്ളാഹിനോട് ദ്വാരക്കും. ഒരേ സദസ്സിൽ തൗഹീദ് ശിർക്കും കോമ്പിനേഷൻ. ഇത് ഏത് സുന്നത്തമായത്താ? ഞാൻ വെറുതെ പറയല്ല. എന്താണ് പിന്നെ ജീലാനി തങ്ങളെ വിളിച്ചുകൊണ്ട് പറയാണെന്ത്? ഷെയ്ഖ് ജീലാനി തങ്ങളെ വിളിച്ചുകൊണ്ട് ഈ മൊഹിദ്ദീൻ മൗലിദ് പറയാണെന്ത്? അൻത അത്ഖൽ അത്ഖിയായി അൻത അസ്ഫൽ അസ്ഫിയായി സിർത താജുൽ ഔലിയായി ആതിന ഫത്ഹൻ മുബീനാ. അൻത അത്ഖൽ അത്ഖിയായി, തഖ്വയുള്ളവരെ, ഏറ്റവും വലിയ തഖ്വയുള്ളവരെ മൊഹിദ്ദീൻ ഷെയ്ഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? ലാ ഫഖറ, ഞാൻ അഭിമാനം പറയല്ല, ഇന്നി ലഅഖ്ശാകും അല്ലാഹു വഅതഖാകുലു, നിങ്ങൾ ഏറ്റവും വലിയ തഖ്വയുള്ളവനും അള്ളാഹിനെ സൂക്ഷിക്കുന്നത് ഞാനാണ്. മൊഹിദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറയാം, നിങ്ങളാണ് ഏറ്റവും വലിയ തഖ്വയുള്ളവൻ. അതെന്നെ തെറ്റാണ്. അൻത അസ്ഫൽ അസ്ഫിയായി, വിശുദ്ധിയുള്ളവർ, ഏറ്റവും വലിയ വിശുദ്ധിയുള്ളവരെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു കഴിഞ്ഞിട്ടും ഔലിയാക്കൾ ഒന്നാമൻ ശുദ്ധീകരണങ്ങൾ കഴിഞ്ഞിട്ടും സഹാബത്ത് കഴിഞ്ഞിട്ടും അല്ലേ സഹോദരങ്ങൾ മറ്റുള്ളവർക്ക് സ്ഥാനം കൊടുക്കാൻ പാടുള്ളൂ? അത് തെറ്റിച്ചു. പിന്നെ പറയാണെന്ത്? അൻത താജുൽ ഔലിയായി, ഔലിയാക്കന്മാരുടെ പൊന്മുടിയായ മൊഹിദ്ദീൻ ഷെയ്ഖ്, ഒന്നാമത്തെ ഔലിയ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആതിന ഫത്ഹൻ മുബീന, വ്യക്തമായ വിജയം ഞങ്ങളുടെ ജീവിതത്തിൽ നൽകണേ. ജീവിതത്തിൽ വിജയം നൽകുന്ന ആരാ? അല്ലാഹ്. അപ്പൊ മൂല്യമാര് മൗലിദ് പറയുമ്പോൾ മൊഹിദ്ദീൻ ഷെയ്ഖിനെ വിളിച്ച് പറയുമ്പോൾ അതിന് മറുപടി ജവാബ് മുസ്ലിയാക്കന്മാര് എന്തായാലും അല്ലാ അല്ലാ ഹസ്ബുനല്ലാ അല്ലാ അല്ലാ നഹ്മദുല്ലാ നഷ്കുറുല്ലാ ദാലിക ഫദ്ലുൻ മിനല്ലാഹ്. അല്ലാ അല്ലാ റബ്ബുനല്ലാ, ഞങ്ങളുടെ റബ്ബ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവാണ്, മൊഹിദ്ദീൻ ഷെയ്ഖ് അല്ല. അല്ലാ അല്ലാ ഹസ്ബുനല്ലാ, ഞങ്ങൾക്ക് മൊഹിദ്ദീൻ ഷെയ്ഖ് അല്ല, ഹസ്ബുനല്ലാ, ഞങ്ങൾ അള്ളാഹു പരിമേൽപ്പിക്കുന്നവരാണ്. നഹ്മദുല്ലാ നഷ്കുറുല്ലാ, ആ അള്ളാഹിനെയാണ് ഞങ്ങൾ സ്തുതിക്കുന്നത്, അള്ളാഹ്ക്കാണ് ഇബാദത്ത് ചെയ്യുന്നത്.
ആത്തിന ദാലിക ഫദ്ലുൻ മിനല്ലാഹ്, ഞങ്ങൾക്കുള്ള മുഅ്മിൻ നിയമത്തും വിധിശേഖല്ല അള്ളാഹുവാണ്. ഈ ഒരേ സദസ്സിൽ ഇത് അർത്ഥറിയാത്തതുകൊണ്ട് സാധുക്കൾ ഇത് ചെല്ലുകയാണ്, മോലേൽക്കുകയാണ്. സഹോദരങ്ങളെ, ഇങ്ങനെ കണ്ട് തുടങ്ങി കെട്ടിപ്പൊക്കിയ കബറുകൾ, മൺകൂനകൾ, അവരുടെ പേരിൽ വരെ കെട്ടുകഥകളും മൗലിദുകളും റാത്തീബുകളും ഒക്കെ ഉണ്ട്. എല്ലാം വിശദീകരിക്കാനുള്ള സമയമല്ല. ഇങ്ങനെ ആണ്ട് ഉറൂസുകളും അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചതല്ല. ഇത് അഹ്ലുസുന്ന വൽ ജമാഅ പഠിപ്പിച്ചതല്ല. അതുകൊണ്ട് ഷാഫി മദ്ഹബിൽ പോലും വ്യക്തമായി പറഞ്ഞു, ഇത്തരത്തിലുള്ള സദസ്സുകൾ നിങ്ങൾ സംഘടിപ്പിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള സദസ്സുകളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല, അത്തരത്തിലുള്ള സദസ്സുകളിലേക്ക് നിങ്ങൾ സംഭാവന കൊടുക്കാൻ പാടില്ല, അത് അള്ളാഹു ഒരുക്കപ്പെട്ടതാണ്. വ്യക്തമായ ഒരു വാക്കുകൾ പറഞ്ഞതാണ്. ഷാഫി കിതാബിന്റെ കയ്യിലുണ്ട്. മരണാന്തര ചടങ്ങുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള 3, 7, 14, 40 ആണ്ടോടാണ്ട് ഉറൂസുകൾ, ആണ്ട് നേർച്ചകൾ, ഇതൊക്കെ മക്കത്തെ മുശ്രിക്കുകളാവുന്ന ജാഹിലികളും യഹൂദ ക്രിസ്ത്യാനികളും ചെയ്തിരുന്ന പാരമ്പര്യമാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തിന്റെ തൊട്ട് മുമ്പ് പറഞ്ഞത് എന്ത്? ലഅനത്തുല്ലാഹി അലൽ യഹൂദി വൻ നസാറ ഇത്തഖദു ഖുബൂർ അംബിയാഇ വസാലിഹിം മസാജിദ. ജൂത ക്രിസ്ത്യാനികൾ അല്ലാഹു ശപിക്കട്ടെ, അവരുടെ അമ്പിയാക്കന്മാരുടെ സ്വാലിഹുകളുടെ ഖബറുകൾ അവർ ആരാധനാ കേന്ദ്രങ്ങളാക്കി. അതുകൊണ്ട് റസൂലുള്ളാഹി വഫാത്താവുമ്പോൾ പറഞ്ഞു, അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി വസനി യഅബദു. അല്ലാഹുവേ, എന്റെ ഖബറിനെ ഒരിക്കലും ആരാധിക്കപ്പെടുന്ന ഒരു വിഗ്രഹമാക്കല്ലേ, ബിംബമാക്കല്ലേ അല്ലാഹ്. അല്ലാഹുമ്മ ലാ തജ്അൽ ഖബരി ഈദാ. എന്റെ ഖബർ ഒരിക്കലും ഈദിന്റെ ഉറൂസിന്റെ പറമ്പാക്കല്ലേ റബ്ബേ. ആ ദുആക്ക് ഉത്തരം കിട്ടി. കാരണം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖബറിന്റെ അടുത്ത് നേർച്ചപ്പെട്ടിയില്ല, സ്വലാത്ത് വകപ്പെട്ടിയില്ല, നാരിയത്ത് സ്വലാത്തില്ല, ആളമു സ്വലാത്തില്ല, താജ് സ്വലാത്തില്ല, 27 രാവിന് സ്വലാത്ത് നഗർ മാമാമക കച്ചവടമില്ല. അവിടെ ഖബർ കാണുന്നില്ല, അതിന് മുകളിൽ മുത്തുന്നില്ല, മക്കുന്നില്ല, സുജൂദില്ല, അതിന്റെ മുകളിൽ കെട്ടിപ്പൊക്കിയിട്ടില്ല. ഹദീസിൽ ഫത്വൽ മുഈൻ തുഹ്ഫ മറ്റ് കിതാബ് പള്ളി റസൂലുള്ള കിതാബിലൊക്കെ വ്യക്തമായി പറഞ്ഞു, ഒരു ചാണിനപ്പുറം ഉയർത്താൻ പാടില്ല, നിരപ്പാക്കണം. റസൂലുള്ളാഹിന്റെ ഖബർ അങ്ങനെ ആക്കിയിട്ടുള്ളൂ. ഇന്ന് അതിലൂടെ പോകുന്നവർ റൗറയിൽ വെച്ച് റസൂലുള്ളാഹിന്റെ ഖബർ സന്ദർശിക്കുമ്പോൾ ഒരു ഓട്ട മാത്രമേ കാണുള്ളൂ. ആ ഓട്ടയിലൂടെ നോക്കുക, അല്ലെങ്കിൽ അതിനെടുത്തെത്തുമ്പോ അസ്സലാമു അലൈക്കും യാ റസൂലല്ലാഹ്, അടുത്ത ഖബർ കാണുമ്പോൾ അസ്സലാമു അലൈക യാ സ്വഹാബി റസൂലില്ലാഹ്, അല്ലേ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബിങ്ങൾക്കും റസൂലുള്ളാഹിക്ക് സലാം ചൊല്ലുക. അവിടെ കൈയിട്ട് മാന്താനോ മൂക്കിട്ട് മുടക്കാനോ അവിടെ പോയി മുറാദ് റസൂലിനോട് പറയാനോ പറ്റില്ല. മണ്ടക്കാട് കിട്ടും. പോലീസുകാർക്ക് മണ്ടക്കാട് കിട്ടും. എന്നിട്ടും ഈ അജ്ജിൽ കൊണ്ടുപോകണ മുസ്ലിയാക്കന്മാര് സിയാദത്ത് ടൂർ കൊണ്ടുപോയിട്ട് ആൾക്കാരെ കൊണ്ട് ശിർക്ക് വിദഅത്ത് ചെയ്യിപ്പിക്കുന്ന പോലെ അവിടെ കൊണ്ടുപോയിട്ടും കാണാം ഉഹുദിന്നും ഹൈബറിന്നും ഖന്തഖിന്നും ഒക്കെ റൗദിയൊക്കെ കിട്ടുന്നതൊക്കെ മാന്തി പൊളിച്ചു കൊണ്ടുവരും. എന്നിട്ട് ഇവിടെ കച്ചവടം ചെയ്യും, പാവങ്ങളെ കൊണ്ട് കുടിപ്പിക്കും. ഒന്ന് ആലോചിച്ച് നോക്കുക, എന്തെല്ലാം ഖുറാഫാത്തുകളാണ്. റസൂലുള്ളാഹി ദുആ ചെയ്ത് എന്റെ ഖബർ ഒരിക്കലും അങ്ങനെ ആക്കരുത്. അതുകൊണ്ടാണ് ഇബ്നുൽ ഖയ്യിം റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ നൂരിയ എന്ന കവിതയിൽ പറഞ്ഞു, എന്ത്? അള്ളാഹുവിന്റെ റസൂല് ദുആ ചെയ്തുകൊണ്ട് തന്നെ ഹബീബിന്റെ ഖബർ മനുഷ്യ ദൃഷ്ടിയിൽ നിന്ന് 3 ചുമരുകൾ കൊണ്ട് അള്ളാഹു മറയിട്ട് കളഞ്ഞു. ആയിഷാബി എന്നാണ് വീട്ടിലെ റസൂലുള്ളാഹി മറയത്. ആയിഷാബിന്റെ വീടാകുന്ന ചുമര്. പിന്നീട് ഉമർ ഖത്താബ് റളിയല്ലാഹു അൻഹു ആ ഖബർ കാണാതിരിക്കാൻ വേണ്ടി ഒരു പഞ്ചകോൺ മതിലുണ്ടാക്കി. ഉമർ ബിൻ അബ്ദുൽ അസീസ് അള്ളാഹിന്റെ കാലത്ത് വീണ്ടും ഒരു മതിലുണ്ടാക്കി. പിന്നെ അതിന്റെ പുറമെ ഒരു കർട്ടൻ, ഒരു ഗ്രിൽസ്, ഇതേ കാണുള്ളൂ. ഇങ്ങനെ റസൂലുള്ളാഹിന്റെ ഖബർ എന്ന് പറഞ്ഞാണ്ട് ഒരു കള്ള ഫോട്ടോ ഉണ്ടാക്കിയിട്ട് ആൾക്കാർക്ക് പറ്റിക്കുക. അതുകൊണ്ട് ഇത്തരത്തിലുള്ള ആണ്ടുകൾക്കും ഉറൂസുകൾക്കും മരണാന്തര ചടങ്ങുകൾക്കും ഈ മാല മൗലിദ് റാത്തീബ് അദ്ദാദ് പരിപാടികൾക്കും പങ്കെടുക്കുന്നവരെ ഒരു കാര്യം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാൻ. അല്ലാഹു ഖുർആനിൽ പറഞ്ഞു സൂറത്തുൽ തൗബയിലൂടെ, യാ അയ്യുഹല്ലദീന ആമനൂ, ഈമാനുള്ള വിശ്വാസികളെ, ഇന്ന കസീറൻ മിനൽ അഹ്ബാരി വറുഹ്ബാനി ലയഅകുലൂന അംവാലൻ നാസ് ബിൽ ബാതിൽ വയസുദ്ദൂന അൻ സബീലില്ലാഹ്. അല്ലാഹു പറയാണ്, മുഅ്മിനീങ്ങളെ, പണ്ഡിത പുരോഹിതന്മാരിൽ അധികം ആളുകളും നിങ്ങളുടെ മുതൽ അന്യായമായി തിന്നുകയും
നിങ്ങളെ അള്ളാഹിന്റെ റൂട്ടിൽ നിന്ന് സിറാത്തുൽ മുസ്തഖീമിൽ നിന്ന് സുന്നത്യമായി തെറ്റിച്ചു കളയുകയും ചെയ്യുമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ 1400 കൊല്ലം മുമ്പ് പറഞ്ഞതാണ്. ഇത് നമ്മൾ ഓതിക്കൊടുക്കുമ്പോ പാരമ്പര്യവാദം പറഞ്ഞ് അന്ധവിശ്വാസം പറഞ്ഞ് അതിന് പിന്നാലെ പോയാൽ ഒരൊറ്റ ആയത്തോടെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അല്ലാഹു പറയാം, വലാ തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽമുൻ ഇന്ന സമഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊലാ. അല്ലാഹു പറയാം, നിങ്ങൾക്ക് അറിവില്ലാത്തൊരു വിഷയത്തിൽ നിന്ന് പഠിക്കാതെ ഓർ പറഞ്ഞു, ഇപ്പര് പറഞ്ഞു, ആ തങ്ങൾ പറഞ്ഞു, ഈ മൂലയർ പറഞ്ഞു പോണ്ട. നിങ്ങളെ കാത്, നിങ്ങളെ കേൾവി, നിങ്ങളെ കണ്ണ്, നിങ്ങളെ ഹൃദയം ഒക്കെ അല്ലാഹുവിന്റെ ദർബാറിൽ ചോദ്യം ചെയ്യപ്പെടും. അതുകൊണ്ട് മഹ്ശറുണ്ട്, ഹിസാബുണ്ട്, സ്വർഗനരകമുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്. അതുകൊണ്ട് വലത്തെ കയ്യിൽ ഗന്ധം ഏറ്റുവാങ്ങി, ഹിസാബ് ലഘൂകരമായി ഏറ്റുവാങ്ങി, ഹൗദുൽ കൗസറുടെ പാനീയം ഹബീബിന്റെ കയ്യിൽ നിന്ന് ഏറ്റുവാങ്ങി, റസൂലുള്ളാഹിന്റെ ശഫാഅത്ത് കിട്ടി, സ്വലാത്ത് പാലം വഴുതാതെ സ്വർഗത്തിൽ കടന്നു പോണോ, ഖുർആനിലേക്കും സുന്നത്തിലേക്കും മടങ്ങാം, അഖിലസുന്നയുടെ മാർഗം മുറുകെ പിടിക്കുക. അതിന്റെ മറവിൽ മുസ്ലിയാക്കന്മാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കെട്ടുകഥകളും ഖുറാഫാത്തുകളും കള്ളക്കഥകളും വിദഅത്തും ഒഴിവാക്കുക. അതേപോലെ തന്നെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ മറവിൽ കള്ളനാണയങ്ങൾ അറിയപ്പെടുന്ന വിസ്ഡം ഇസ്ലാമിക് മിഷനെ പോലെയുള്ള അതുപോലെ തന്നെ മറ്റു പ്രസ്ഥാനങ്ങളെല്ലാം അവർ തൗഹീദ് പറഞ്ഞാലും അവർ ജനങ്ങളുടെ മുമ്പിൽ ആദർശം പറഞ്ഞാലും അവരെ മലട്ടിലേക്ക് ഇറങ്ങിയാൽ സമസ്ത പറയുന്ന മറ്റൊരു വിശ്വാസമാണ് അവർക്കുള്ളത്. സമസ്തക്കാർ ചെയ്യുന്ന ജന്യ ചികിത്സയുടെ മറ്റൊരു വേഷന അവർക്കുള്ളത്. അതുകൊണ്ട് ഇത് നിസ്കാരക്കുപ്പായത്തിന്റെ ബാക്കിയാണ് മോക്കല എന്ന് പറഞ്ഞതുപോലെ ഇത് രണ്ടും ഒന്നാണ്. പക്ഷെ അതിന്റെ രൂപതയും അതിന്റെ മോഡിയും കാണുമ്പോൾ ചില ആളുകൾ തെറ്റിദ്ധരിച്ചു പോകും. അങ്ങനെ പറ്റിപ്പോയതാണ്. ഞാനും എന്നെ പോലെ അനവധി വിശ്വത്തിലെ പ്രഭാഷകന്മാരും അനവധി KNM-ൽ നിന്ന് അങ്ങോട്ട് അറിയാതെ പോയ മുജാഹിദുകളും അവരൊക്കെ അങ്ങനെ കൊണ്ടുവരണം. നമ്മൾ സമസ്തക്കാർക്ക് എങ്ങനെ തൗഹീദ് പറഞ്ഞു കൊടുക്കണം അതുപോലെ നമ്മൾ ഇവർക്കും പറഞ്ഞു കൊടുക്കണം. കാരണം സമസ്തയുടെ വാദം പോലെ തന്നെ അവരുടെ വാദം. ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ, മൊയ്തീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്കാണ് എന്ന് സമസ്തയുടെ വാദം. മൊയ്തീൻ ഷേഖെ സഹായിക്കണേ എന്ന് ഇസ്തിഹാസ ചെയ്താൽ ജായിസാണ്, പുണ്യകർമ്മമാണെന്ന് സമസ്തയുടെ വാദം. ജിന്നെ രക്ഷിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ശിർക്കാണെന്ന് വിസ്ഡം വാദം. ഹാദറും അയ്യുമായ ജിന്നെ സഹായിക്കണേ എന്ന് ഇസ്തിഹാസ ചെയ്താൽ ശിർക്കല്ല, വസീലയുടെ ശിർക്ക് മാത്രമാണ് എന്ന് വിസ്ഡം വാദം. എന്താ മാറ്റുള്ളത്? അതുകൊണ്ട് ഈ കരാളഹസ്തത്തിൽ നിന്ന് രക്ഷപ്പെട്ട് തനതായ പാരമ്പര്യ തറവാട്ടിലേക്ക് മടങ്ങി നാം സമ്പത്തും ആരോഗ്യം അറിവും ഈ മേഖലയിൽ പ്രവർത്തിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി ഒരുമിച്ചുകൂടി നമുക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ഇതിനുവേണ്ടി രാവും പകലും ദിവസങ്ങളോളമായി ഓടി നടക്കുന്ന കേരള ജമിഅത്തുൽ ഉലമയുടെ നേതാക്കന്മാർ, ഈ പ്രദേശത്തെ കാരണവന്മാർ, അവർക്ക് നേതൃത്വം നൽകുന്ന പിന്നെ ഈ നേതാക്കന്മാര്, കാരണവന്മാര്, മുഹമ്മദ് അലിയെ പോലെയും മറ്റു എൻ്റെ ജ്യേഷ്ഠ അനുജ സുഹൃത്തുക്കളായ പ്രവർത്തകന്മാര്, നിങ്ങൾ ഈ സഹോദരിമാർ എല്ലാവർക്കും അല്ലാഹു അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. സഹോദരങ്ങളെ, ഈ പള്ളിയുടെ സ്ഥലമാണോ ഇത്? പൊതുസ്ഥലം എനിക്കറിയില്ല, വേറെ വ്യക്തികളുടെ സ്ഥലമാണ്, നമ്മുടെ സ്ഥലം. അൽഹംദുലില്ലാഹ്, അല്ലാഹു തആല ഇതിനൊക്കെ സംഭാവന ചെയ്തവർക്ക് നാളെ അർശിന്റെ തല നൽകുമാറാകട്ടെ. നാളെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് കൊടുക്കുമാറാകട്ടെ. നമ്മളെല്ലാം റസൂലുള്ളാഹിന്റെ അയൽപക്കക്കാരായി റസൂലിന്റെ കൂടെ തന്നെ ജീവിപ്പിക്കാൻ അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. സുബ്ഹാനകല്ലാഹു ബിഹംദിക അശ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു വസല്ലമ തസ്ലീമൻ കസീറ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.